പാസ്റ്റർ ആയിരിക്കുന്നതിൽ ഒത്തിരി അധികം സന്തോഷമുണ്ട്. പാസ്റ്ററുടെ ജീവിതത്തിന്റെ അനുഭവം കേൾക്കാന് ഞങ്ങൾ ആഗ്രഹത്തോടെ കൂടെ ആയിരിക്കുന്നു. അതിന് മുന്നമേ തന്നെ ദൈവദാസന് തന്നെത്താൻ ഒന്ന് പരിചയപ്പെടുത്തിയായിട്ട്. എന്റെ പേര് രാജു എന്നാണ്. എന്റെ ശരിക്കും പേര് കപ്പുസ്വാമി എന്നാണ്. എന്റെ ഭാര്യയുടെ പേര് മിനി എന്നാണ്. എനിക്ക് 2 മക്കള്. ആദ്യത്തെ മകള് പ്രഭുദിയ എന്നും രണ്ടാമത്തെ മകളുടെ പേര് പ്രഭുദയ എന്നാണ്. ഞങ്ങള് എറണാകുളത്ത് കൊച്ചിയില് തൂപ്പുംപടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ കൂട്ടായ്മയുടെ ശുശ്രൂഷകനായിട്ട് ഞാനിവിടെ കർത്താവിന്റെ വേലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ, ധാരാളം അനുഗ്രഹിക്കട്ടെ. കറുപ്പുസ്വാമി എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു മലയാളി അല്ലയോ പാസ്റ്ററെ? ഞാൻ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഹിന്ദുവാണ്, പക്ഷെ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം മലയാളം ആ രീതിയിലാണ്. കേരളത്തിന് വെളിയിലായിരുന്നോ ദേവദാസന്റെ? ഇല്ല, ഞാൻ ജനിച്ചത് വളർന്നത് ഇവിടെ തന്നെ, എറണാകുളത്ത് തന്നെയാണ്. നമ്മുടെ മലയാളികൾക്ക് അങ്ങനെ ഒരു പേരുണ്ടോ? എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും കർത്താവ് സഹായിക്കട്ടെ. ആ ഒരു കറുപ്പുസ്വാമിയെ രാജു ആക്കി കർത്താവ് മാറ്റിയല്ലോ. സാക്ഷ്യം നമുക്ക് കേൾക്കാം. ദേവദാസനെ ഇനിയുള്ള സമയം ഞാൻ കർത്താവിന്റെ ദാസന് നൽകി തരികയാണ്. ദേവദാസന് ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. കർത്താവിനെ ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഇങ്ങനെ ഒരുക്കി തന്നല്ലോ, ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനു വേണ്ടി പ്രിയ ആന്റിയും പ്രിയ പാസ്റ്ററും ഈ ചാനലും ഇങ്ങനെ ഒരു അവസരം അടിയിൽ നൽകി തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനെപ്പറ്റി ഇൻട്രൊഡക്ഷൻ ചെയ്ത പ്രിയ വീര സിസ്റ്ററിന്റെ കുടുംബത്തിനായി നന്ദി പറയുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ എന്റെ പേര് രാജു എന്നാണ് ഇവിടെ എല്ലാവരും വിളിക്കുന്നത്. എന്നാൽ എന്റെ ശരിക്കും പേര് കപ്പുസ്വാമി എന്നാണ്. എന്റെ ഫാദർ കോയമ്പത്തൂരായിരുന്നു. എന്റെ ഫാദർ അമ്മയും കോയമ്പത്തൂരിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ കോയമ്പത്തൂരിൽ INS അഗ്രാണി എന്ന് പറയുന്ന നേവി സംഘടനയിൽ ജോലി എടുത്തുകൊണ്ടിരിക്കണേ. അവിടെ വെച്ച് അപ്പന് ട്രാൻസ്ഫർ കിട്ടി നേവൽ ബേസിൽ. ഈ എറണാകുളത്ത് നേവൽ ബേസിൽ ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് താമസം തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 3 മക്കള് ജനിക്കാൻ ഇടയായിട്ട് നിന്നു. എന്റെ മൂത്ത ചേച്ചിയുടെ പേര് വിജയമ്മ എന്നാണ്. വിജയമ്മയും മക്കളും ഇവിടെ തന്നെ ഉണ്ട്. രണ്ടാമത്തെ ചേച്ചിയുടെ പേര് ചിത്ര എന്നാണ്. എന്റെ ചേച്ചി മരിച്ചുപോയി. ചേച്ചിയുടെ 2 മക്കളുണ്ട്. ഒരാള് പെരുമ്പാവൂരിലുണ്ട്, ഒരാള് പുറത്ത് ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ മക്കള് ഏറ്റവും ഇളയതാണ്. അങ്ങനെ അച്ഛന് 2 പെൺകുട്ടികളായതുകൊണ്ട് അച്ഛന് ആഗ്രഹം ഉണ്ടായത് ഞങ്ങൾക്ക് ഒരു ആൺകുട്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോയമ്പത്തൂരില് ഒരു പളനിമലയുണ്ട്, പളനിമല. ആ പളനിമലയിൽ പോയി പ്രാർത്ഥിച്ചു, നേർച്ച നേർന്നു. ഞങ്ങൾക്ക് ഒരു ആൺകുട്ടീനെ തന്നു കഴിഞ്ഞാൽ നിന്റെ പേര് എന്നെ ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് പളനിമലയിൽ പോയിട്ട് പ്രാർത്ഥിച്ചു. അവിടെ ഒരു ദേവനുണ്ട്, കറുപ്പുസ്വാമി എന്നാണ് ദേവന്റെ പേര്. ആ ദേവനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ജനിക്കാൻ ഇടയായിരുന്നു. അപ്പനും അമ്മക്കും ഭയങ്കര സന്തോഷം. നമ്മൾ ഇവിടെ പോയി പ്രാർത്ഥിച്ചതായതുകൊണ്ടാണല്ലോ കറുപ്പുസ്വാമി എന്നുള്ളൊരു പേര് കിട്ടിയത്, മകനെ കിട്ടിയത്. അങ്ങനെ എന്റെ പേര് കറുപ്പുസ്വാമി എന്ന് അങ്ങനെ ഇടയായിരുന്നു. അങ്ങനെയാണ് കറുപ്പുസ്വാമി എന്ന പേരായത്. ഞാൻ നേവൽ ബേസിലാണ് ഞാൻ താമസിച്ചത്. അച്ഛൻ സിവിലിയൻ എംപ്ലോയി ആണ് നേവൽ ബേസിൽ. അങ്ങനെ അച്ഛൻ ഞങ്ങളെല്ലാം നേവൽ ബേസിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 3ാമത്തെ മകനായി ജനിച്ചു. എന്റെ 2 ചേച്ചിമാര് നന്നായി പഠിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ യേശുവിനെ കണ്ട വിധം ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഞാൻ ആരാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നെ ഇങ്ങനെ ആക്കിയ, എന്നെ രക്ഷിച്ച യേശു ആരാണ് എന്ന് ലോകം അറിയണം, ജനങ്ങൾ അറിയണം. എന്റെ യേശുവിന്റെ കഴിവും എന്റെ യേശുവിന്റെ ശക്തി ഇന്നും യേശു അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണെന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും അറിയേണ്ടതിനാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ നേവൽ ബേസിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ അച്ഛൻ നേവൽ ബേസിലായതുകൊണ്ട് അച്ഛന് കേന്ദ്ര ഗവൺമെന്റ് ജോലിയാണ്, നല്ല ശമ്പളമുണ്ട് അച്ഛന്. അങ്ങനെ നല്ല ശമ്പളം വാങ്ങിച്ച് അച്ഛൻ ഒരു നല്ല മദ്യപാനിയാണ്. അച്ഛന് ശമ്പളം കിട്ടുന്ന ദിവസം എല്ലാ ദിവസവും മദ്യം കഴിച്ച് വീട്ടിലെ ബഹളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അച്ഛന് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്നെ ഉപദ്രവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. 2 ചേച്ചിമാരെ ഉപദ്രവിക്കൽ, എന്നെ ഉപദ്രവിക്കണമെന്ന്
ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ വന്നു നോക്കിയാൽ ഞാൻ പഠിച്ചില്ലേ, ഞാൻ എന്ത് ചെയ്യണേന്ന്, ഇങ്ങനെയുള്ള എപ്പോഴും ചോദ്യം ചോദിച്ച് എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. എന്റെ ചേച്ചിമാര് ആ സമയത്ത് ഏതെങ്കിലും വീട്ടിൽ പോയി കിടന്നുറങ്ങും, അമ്മ എന്നെ ഒക്കത്തെ എടുത്തുകൊണ്ട് വീടിന് ചുറ്റിനും ഇങ്ങനെ നടക്കും. ഭക്ഷണത്തിന് വളരെയധികം പ്രയാസമായി നല്ലോണം കടന്നുറങ്ങാൻ പോലും എന്റെ അമ്മക്ക് അങ്ങനത്തെ ഒരു അവസരം ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ അച്ഛനൊരു വലിയൊരു ആഗ്രഹമുണ്ട്. കാരണം നേവൽ ബേസ് ഏരിയയിൽ താമസിക്കുന്നതുകൊണ്ട് എന്നെ ഒരു നേവി ഓഫീസർ ആക്കണം. അങ്ങനെ അച്ഛന്റെ ആഗ്രഹപ്രകാരം ഈ നേവൽ ബേസിലുള്ള കേന്ദ്ര വിദ്യാലയ നമ്പർ 1 സ്കൂളിൽ കൊണ്ട് എനിക്ക് അഡ്മിഷൻ വാങ്ങിച്ചു. അങ്ങനെ ഒരു എന്റെ മകൻ പഠിച്ച ഒരു നേവിക്കാരനാകട്ടെ. എന്റെ അച്ഛനും അമ്മക്ക് പഠിപ്പില്ല, ഞങ്ങൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ മകൻ നല്ലൊരു മകനായി, നല്ലൊരു ഓഫീസറായി, നേവൽ ഓഫീസറായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്റെ കേന്ദ്ര വിദ്യാ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിച്ചു. എന്റെ 2 പെങ്ങന്മാരും മലയാളം മീഡിയത്തിലാണ് പഠിച്ച, എന്നാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടായി. അങ്ങനെ പഠിച്ച് മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനകളുണ്ട്, നേർച്ചകളുണ്ട്, പൂജകളുണ്ട്, സേവകളുണ്ട്. ഞങ്ങളുടെ വീടിന് ചുറ്റിനും ഒരുപാട് വിഗ്രഹങ്ങളുടെ ഹിന്ദു ദൈവങ്ങളുടെ പടങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അച്ഛൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ മന്ത്രിച്ചിട്ടാ പൂജിച്ചിട്ടാ പോണ. തിരിച്ചു വരുമ്പോൾ അങ്ങനെയാണ്. മുടക്കുള്ള സമയത്തെല്ലാം ഞങ്ങൾ നാട്ടിൽ പോകും, കോയമ്പത്തൂരിൽ പോകും. കോയമ്പത്തൂർ കിണത്തക്കെട്ട് വന്ന സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഉത്സവങ്ങളിൽ പങ്കെടുക്കും, അവിടുത്തെ പൂജകളിൽ പങ്കെടുക്കും. അവിടെ വലിയൊരു ദേവിയുണ്ട്. ആ ദേവിക്ക് ഇങ്ങനെ ആടിനും അറുത്ത് നമ്മൾ ചോര കൊടുക്കണം. അവിടെയുള്ള സർപ്പത്തിന്റെ കാവുകളിൽ കോഴിനെ വെട്ടി അവിടുത്തെ ചോര അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതെല്ലാം കണ്ട് ആ ഒരു ദൈവം, അതാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചു, ഞങ്ങൾ അങ്ങനെ ജീവിച്ചു. എന്നാൽ ഇതെല്ലാം അച്ഛന് നല്ല ശമ്പളമുണ്ട്, കുടുംബത്തില് അച്ഛൻ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നുണ്ടെങ്കിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ശൂന്യത. അങ്ങനെ ഈ പൂജ കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും വീട്ടിന്റെ അകത്ത് കംപ്ലീറ്റ് ബഹളമാണ്. എന്റെ അച്ഛൻ മദ്യം കഴിക്കുന്നു, അമ്മനെ തല്ലുന്നു, അമ്മയെ ഞാൻ ഓടുന്നു. ഇങ്ങനെ പല പ്രാവശ്യം എന്റെ ചേച്ചിമാര് 2 പ്രാവശ്യം നാട് വിട്ട് പോയി. ഞാൻ ചെറുതായതുകൊണ്ട് എന്റെ അമ്മയും ഞാനും കൂടി അവിടെ തന്നെ ഇങ്ങനെ അച്ഛന്റെ ഉപദ്രവങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ അച്ഛന് എന്നെ നേവൽ ബേസിൽ നല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണം. അച്ഛൻ എന്നെ ട്യൂഷനിലാക്കി. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നല്ലോണം പഠിക്കാൻ പറ്റില്ല. പലപ്പോഴും എക്സാംസിലെല്ലാം ഫെയിൽ ആയി പോണേ, തോറ്റു പോണേ. അച്ഛൻ പറഞ്ഞു ഇവൻ ഇങ്ങനെ തോറ്റു പോണേയുള്ള ട്യൂഷൻ ആക്കിയിട്ടും പഠിപ്പിച്ചിട്ടും തോറ്റു പോണേ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഒരു ദിവസം എനിക്ക് ഒരു മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു. ആ മരുന്ന് പറഞ്ഞാൽ സാധാരണ മെഡിക്കൽ ഷോപ്പിലൊന്നും കിട്ടാത്ത ഒരു മരുന്നാണ് ആ മരുന്ന്. അച്ഛൻ ഒരു കുപ്പിയില് ഒരു റെഡ് കളർ മരുന്ന് അച്ഛൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. അച്ഛൻ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ട് അച്ഛൻ എന്നെ മേശപ്പുറത്ത് ഇരുന്നു. നീ ഇത് എനിക്ക് ബുദ്ധി വെക്കാനുള്ള, നിന്റെ ബുദ്ധി തെളിയാനുള്ള, എനിക്ക് ജ്ഞാനം കിട്ടാനുള്ള മരുന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ആ ബോട്ടിൽ അവിടെ വെച്ചു. എന്നിട്ട് അച്ഛനൊരു ഗ്ലാസ് എനിക്കൊരു ഗ്ലാസ് വെച്ചു. എന്നിട്ട് അച്ഛൻ എനിക്കും ഒഴിച്ചെന്ന് അച്ഛൻ ഒഴിച്ചു. എന്നിട്ട് മോൻ ഇത് കഴിക്കുന്നതായിട്ട് കുറെ വെള്ളം കൂടി ഒഴിച്ചു തന്നിട്ട് നീ ഇത് കുടിച്ചോ, എനിക്ക് ബുദ്ധി വെക്കുന്നുണ്ട്. അപ്പൊ എനിക്കറിയത്തില്ല ഇതെന്താണെന്ന്. ഞാൻ അത് വാങ്ങിച്ച് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ തല കറങ്ങാൻ തുടങ്ങി. തല കറങ്ങി ഞാൻ നിലത്ത് വീണു. അമ്മ ഓടി വന്നിട്ട് വെച്ച് ഇതെന്താണ് ഇത്? അപ്പൊ എന്റെ മോന് ബുദ്ധി വെക്കാൻ ഞാൻ കൊടുത്ത മരുന്നാണ് നോക്കി. അമ്മ ആ കുപ്പി എടുത്ത് നോക്കിയപ്പോഴാണ് ആ കുപ്പിയുടെ പേരെന്താന്ന് അറിയാമോ? XXX ബ്രാൻഡി. XXX റമ്മാണ് അപ്പൻ എനിക്ക് തന്നത്. എന്നിട്ട് കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അങ്ങനെ കുടിച്ച് നിലത്ത് വീണു. അപ്പന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പന് വയ്യാതെയാവും. അപ്പന് ഇപ്പൊ സിഗരറ്റ് വലിക്കണം. സിഗരറ്റ് വലിക്കാൻ വേണ്ടി എന്നോട് പറയും, രാജു പോയി സിഗരറ്റ് വാങ്ങിച്ചു പോടാ, സിഗരറ്റ് കത്തിച്ചാടാന്ന് പറയും. ഞാൻ പറയും എനിക്ക് സിഗരറ്റ് കത്തിക്കാൻ അറിയാൻ പാടില്ല. അപ്പൊ അപ്പൻ എന്നോട് പറയും, ഞാൻ കത്തിക്കുന്നത് പോലെ നീയും സിഗരറ്റ് വാങ്ങിച്ച് കത്തിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അച്ഛൻ പറഞ്ഞനുസരിച്ച് അച്ഛൻ സിഗരറ്റ് കത്തിക്കുന്ന പോലെ സിഗരറ്റ് എടുത്ത് വായി വെക്കും. വിറകിന്റെ ഒരു കൊള്ളി എടുത്ത് ഞാൻ ചുണ്ടത്ത് വെച്ച് അത് ഞാൻ ഇങ്ങനെ വലിച്ചെടുക്കും. അങ്ങനെ ഒരു 10ാം ക്ലാസ് ആയപ്പോൾ തന്നെ വലിക്കാനും തുടങ്ങി, കുടിക്കാനും തുടങ്ങി. എങ്കിലും ഞങ്ങളുടെ വീട്ടില് ഉത്സവം വന്നാലോ, ദീപാവലി വന്നാലോ, പിറന്നാള് വന്നാലോ, ഓണം വന്നാലോ ഭയങ്കര പ്രാർത്ഥനയും പൂജകളൊക്കെയാണ്. ഞങ്ങൾ നേവൽ ബേസിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേവൽ ബേസിൽ കട്ടാരിബാഗ് സ്ഥലമുണ്ട്. അവിടെ നേവിക്ക് ഓഫീസേഴ്സാണ് താമസിക്കണം. അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പൊ ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഞാനും അമ്മയും എന്റെ 2 ചേച്ചിമാരുമായി അമ്പലത്തിൽ പോകും. ആ അമ്പലത്തില് 7 മണിയാകുമ്പോ ദീപാരാധന നടക്കുന്ന സമയത്ത് അവിടെ ഉള്ള
പൂജ 7 മണിയാകുമ്പോൾ നട തുറക്കുമ്പോൾ അവിടെയുള്ള അമ്പലത്തിലെ മണി ഇങ്ങനെ അടിക്കും, പൂജകളൊക്കെ ചെയ്യും. അവിടുത്തെ ശാന്തിക്കാരൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ അവിടെ ആ സ്നേഹത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇത് എന്റെ കണ്ണൊന്ന് തുറന്ന് എന്റെ അച്ഛന്റെ മദ്യപാനം ഒന്ന് മാറ്റിത്തരാൻ പാടില്ലേ, കണ്ണൊന്ന് തുറന്ന് എന്റെ അമ്മയുടെ കഷ്ടപ്പാട് മാറ്റിത്തരാൻ പാടില്ലേ. ഞങ്ങളിങ്ങനെ മക്കളെ കാരണം കഷ്ടപ്പെടണ ഞങ്ങൾ കഴിക്കേണ്ടതായ ഭക്ഷണം, ഞങ്ങൾ കൊടുക്കേണ്ടതായ വസ്ത്രം അച്ഛൻ ഇങ്ങനെ മദ്യപാനത്തിൽ കൂടി കഴിക്കണയാണല്ലോ എന്ന് ഓർത്തോടെ എനിക്ക് ഒരുപാട് സങ്കടം ഭാരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കട്ടായവാഗിൽ തന്നെ ഞാൻ 10ാം ക്ലാസ് ഞാൻ കഷ്ടിച്ച് ജയിച്ചു. പക്ഷെ ഞാൻ തോറ്റു പോകുന്നതിന്റെ കാര്യം പരീക്ഷ എഴുതുന്ന സമയത്ത് അപ്പം കുടിച്ചിട്ട് വരും. അവിടെയൊക്കെ ഒച്ചപ്പാട് ബഹളം ഉണ്ടാവും. എനിക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? ഞാൻ ഒരുപാട് ശ്രമിച്ചു പഠിക്കാൻ പറ്റും. എന്നെക്കാളും നല്ല എന്നെ പോലുള്ള കൂട്ടുകാർ നല്ലോണം പഠിച്ച് അവര് ജയിച്ചേച്ച് പോകുന്നു. എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല, തോറ്റുപോലെ. കാരണം അപ്പന്റെ മദ്യപാനം. ഇത് എനിക്ക് എന്റെ അപ്പനോട് വല്ലാത്തൊരു വൈരാഗ്യവും വല്ലാത്തൊരു കോപം ജനിക്കുവാനിടയായിട്ടുണ്ട്. അങ്ങനെ 10ാം ക്ലാസ് പാസ്സായി. അപ്പൊ കുറെ കൂട്ടുകാർ എനിക്ക് കിട്ടാൻ തുടങ്ങി. 10ാം ക്ലാസ്സിൽ തന്നെ ആയപ്പോൾ തന്നെ അച്ഛനാണല്ലോ എന്നെ പുകവലിക്കാനും മദ്യപാനിക്കാനും കാണിച്ചിരുന്നത്. ഞാൻ കുറേശ്ശെ ഞാനത് ശീലിക്കാൻ തുടങ്ങി. അങ്ങനെ ഫ്രണ്ട്സുമായി രഹസ്യമായിട്ട് നെയ്ബേഴ്സിന്റെ അവിടെ കുറെ പുഴയോരമുണ്ട്, അവിടെ പോയിരുന്ന് രഹസ്യമായിട്ട് ഞങ്ങൾ വലിക്കുകയും കുടിക്കുകയും ചെയ്യുമായിരുന്നു. 10th പാസ്സായി കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോ കൂട്ടുകാരെല്ലാവരും കൂടി പറഞ്ഞ്, എടാ ഇങ്ങനെയൊന്നും നമ്മൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല, എനിക്കാണെങ്കിൽ ലോകത്ത് എന്തെങ്കിലും ആകണം, എന്തെങ്കിലും സ്ഥാനത്തോട് ഞാൻ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞ്, നമുക്ക് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലുള്ള ജനങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, കയ്യിലെടുക്കണം. അവര് കയ്യിലെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കയ്യിലെടുക്കണമെങ്കിൽ നമ്മൾ ഡാൻസ് പഠിക്കണം. അങ്ങനെ ഡിസ്കോ ഡാൻസ് പഠിക്കണം, ബ്രേക്ക് ഡാൻസ് പഠിക്കണം. അപ്പൊ ഞാനും വിചാരിച്ചു ഓക്കെ, നല്ല കാര്യം. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് മുടി വളർത്താൻ തുടങ്ങി. ഇങ്ങനെ മുടി പെണ്ണുങ്ങളെ പോലെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വളർത്താൻ തുടങ്ങി. ഒറ്റക്കാതിൽ കമ്മലിടാൻ തുടങ്ങി. ടൈറ്റ് ജീൻസ് ഇട്ട്, ടൈറ്റ് ബനിയനിട്ട്, സിനിമയിലുള്ള ഈ മുക്കാബില എന്നുള്ള പാട്ട്, ചിക്ക് ബുക്ക് റെയിലേ എന്നുള്ള പാട്ട് പാടി കൂട്ടുകാരുമായി റോഡിലും കല്യാണത്തിനും ബൗത്തീസിനും ഓരോരോ പരിപാടികൾക്കും ഒക്കെ ഡാൻസ് കളിച്ച് അങ്ങനെ ജീവിതത്തിൽ ഒരു അനുഭവം, സന്തോഷം കാണാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഈ ഡാൻസും ഒക്കെയും ചെയ്യാൻ തുടങ്ങുമ്പോഴും എന്റെ ഉള്ളം ശൂന്യമാണ്. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, എന്റെ ജീവിതം ഇനി രക്ഷപ്പെടും. എല്ലാവരുടെ കുട്ടികൾ നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു. പക്ഷെ എനിക്കാണെങ്കിൽ ഒന്നുമില്ല. ഞാനാണ് പഠിച്ചത് KV സ്കൂളിലാണ്. ഇങ്ങനെ ലോകത്തിന് മുകളിൽ ഡാൻസ് കളിച്ച് എന്റെ ഒരു ആഗ്രഹം പിന്നെ വന്നത് ലോകത്തിലുള്ള ഏറ്റവും വലിയ ഡാൻസ്കാരനായ മൈക്കിൾ ജാക്സൺ. ആ മൈക്കിൾ ജാക്സനെ പോലെ എനിക്കാകണം. അതിന് മുടിയൊക്കെ വളർത്തി, ഫ്രണ്ടില് മുടിയെല്ലാം ഇട്ട് അതിങ്ങനെ കടിച്ച് തുപ്പി, സിഗരറ്റ് എല്ലാം വലിച്ച്, മുടിയെല്ലാം ഇങ്ങനെ പേക്കോലമായി ഒക്കെ നടന്ന് കുറെ പേര് ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് അങ്ങനെ ഞാൻ നടന്നു. കുറെ ഡാൻസ് എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോ തന്നെ കൂട്ടുകാർ എന്നോട് പറഞ്ഞു, ഈ ഡാൻസ് ഒന്നും പഠിച്ചിട്ട് ഇനി യാതൊരു കാര്യമില്ല, നമുക്ക് ജനങ്ങളെ പേടിപ്പിക്കണം, നമ്മുടെ ചുറ്റുപാടുള്ള അയൽവാസികളെ അടുത്തുള്ളവരൊക്കെ പേടിപ്പിക്കണം, അതിന് നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ അതില് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, കൂട്ടുകാരാണ് എനിക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ ആയത്. കാരണം വീട്ടിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല. കൂട്ടുകാർ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, ലോകത്തിലുള്ള ആൾക്കാരെ പേടിപ്പിച്ച് കയ്യിലെടുക്കണമെങ്കിൽ നമുക്ക് റൗഡിസം കാണിക്കണം. അതിനെന്ത് ചെയ്യണം, അതിന് നമ്മൾ എന്തെങ്കിലും കരാട്ടയോ കുൻഫുവോ എന്തെങ്കിലും പഠിക്കണം. അപ്പൊ ഞങ്ങളുടെ നേവൽ ബേസിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ കുറച്ച് അപ്പുറത്തോട്ട് മാറി ഐലൻഡ് എന്നൊരു സ്ഥലമുണ്ട്. അതൊരു വാണിജ്യ കേന്ദ്രമാണ്. അവിടെ ഒരു മൻസൂര്യ കുൻഫു എന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ പോയി ഞങ്ങൾ അഡ്മിഷൻ എടുത്തു. രാവിലെ ചെന്ന് ഞങ്ങൾ എക്സസൈസ് ചെയ്ത് കുൻഫു പഠിക്കാൻ തുടങ്ങി, കരാട്ടെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വേഷങ്ങളെല്ലാം മാറി കറുപ്പൊക്കെ ഇട്ടോട്ട് രാത്രിയും പകലും എക്സസൈസ് ആണ്. എനിക്കെന്റെ ഉള്ളില് ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഒരു പേരുണ്ടാക്കണം എനിക്ക്. ഈ അച്ഛൻ ഇങ്ങനെ മദ്യപിച്ച് അമ്മനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നല്ല, അച്ഛനെ പിടിച്ചിട്ട് എന്ത് അടിയടിക്കണം എന്നുള്ള, അപ്പനെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം, അങ്ങനെ അച്ഛന്റെ കയ്യും കാലം ഒടിക്കണോ എന്നൊക്കെ ആഗ്രഹം. അങ്ങനെ ഞാൻ കരാട്ടെ പിടിച്ച് കൂട്ടുകാരുമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. കൂട്ടുകാരായിട്ട് യാത്ര ചെയ്ത് അത് പിന്നീട് ഒരുപാട് ഭക്ഷണത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും വഴക്കിലേക്കും പോകാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. സ്കൂളിൽ നിന്ന് വരുമ്പോൾ
സിനിമ കാണാൻ വേണ്ടി പോകുമ്പോ ഒക്കെ നാൻജാക്ക് എന്ന് പറയും. ബ്രൂസിലിയുടെ കയ്യിൽ എപ്പോഴും ആ നാൻജാക്ക് ഉണ്ടാവും. ആ നാൻജാക്ക് കയ്യിൽ വെച്ചിട്ട് അരയെ താഴ്ത്തിക്കൊണ്ടൊക്കെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ ആഗ്രഹം ഞാൻ ബ്രൂസിലിന്റെയും ജാക്കി ചാന്റെ പടങ്ങളെല്ലാം കൊണ്ടൊന്ന് ഒട്ടിക്കാൻ തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് രാവിലെ എന്റെ ദൈവങ്ങളോട് പറയുന്നത്, ഒന്നില്ലെങ്കിൽ ബ്രൂസിലിനെ പോലെ എന്നെ ആക്കണമേ, എന്റെ ദൈവമേ, ഒന്നില്ലെങ്കിൽ എന്നെ പ്രഭുദേവനെ പോലെ ഇല്ലെങ്കിൽ മൈക്കിൾ ജാക്സനെ പോലെ ആക്കണമേ. എന്റെ ദൈവങ്ങളോട് ഞാൻ അന്ന് വിശ്വസിച്ച എന്റെ ദൈവങ്ങളോട് ഞാൻ പോയി പറയാണ്, എന്നെ ഇതുപോലെ ആക്കണമേ, ഇതുപോലെ ആക്കണേ. അങ്ങനെ ഞങ്ങള് ക്വാർട്ടേഴ്സിൽ ഇങ്ങനെ ആ 10 കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് നടന്നപ്പോൾ തന്നെ ഞാനൊരു ചെറിയ ജോലിക്ക് പോയി. ആ ജോലി എടുക്കുന്നത് നേവൽ ബേസിന്റെ അകത്ത് ഇങ്ങനെ എക്സ് സർവീസ്മെന്മാർക്ക് വീടുകൾ കൊടുക്കും. അതായത് ക്യാൻറ്റീൻ ആണ്, റൂംസ് കൊടുക്കും. അവിടെ നമുക്ക് ജ്യൂസുകളൊക്കെ നടത്താം. അവിടെ എന്നെ അറിയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു, റൂബി എന്നാണ് ചേച്ചിയുടെ പേര്. ആ ചേച്ചിയുടെ കടയിൽ ഞാൻ ജ്യൂസ് കടയിൽ ഞാൻ നിൽക്കാൻ തുടങ്ങി. ആ ചേച്ചിയുടെ ഭർത്താവ് ഒരു പാസ്റ്ററാണ്. അപ്പൊ ഈ പാസ്റ്റർ ഒറീസയില് സുവിശേഷ വേല ചെയ്യുന്ന ആളാണ് ഈ പാസ്റ്റർ. അപ്പൊ ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പാസ്റ്റർ പറയും, ജീസസ് ലവ്സ് യു, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശുവിന്റെ അടുത്ത് വാന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് ചില സമയത്ത് ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പാസ്റ്റർ എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ പാസ്റ്റർ അവിടെ പാസ്റ്റർ വരികയും പോകും. പക്ഷെ കട നടത്തുന്നത് ഈ ആന്റിയാണ്. എന്നാൽ ഈ ആന്റി ആ കടയിലുള്ള കോൺട്രാക്ടർ ഒരു വല്ലാത്തൊരു മോശമായ രീതിയിലുള്ള ജീവിതമായി ഞാനിത് കണ്ടുകൊണ്ടിരിക്കണേ. ഇവര് അത് കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും. അങ്ങനെ കുറെ പിന്നെയും ഒരു മദ്യപാനത്തിലേക്ക് ഞാൻ ഇങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ ഇന്ന സമയത്ത് വീട്ടിൽ ബഹളം, എനിക്കാണെങ്കിൽ സ്വസ്ഥതയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, എനിക്കൊന്ന് ബോംബെ പോകണം. ബോംബെ പോയി നമ്മൾ കാണുന്ന സിനിമ ഫ്രണ്ട്സ് ആയിട്ട് പോയി സിനിമ കണ്ട്, സിനിമകളിൽ ബോംബെയിൽ അതാണ്, ബോംബെ ഇതാണ്, അവിടെ പോയാൽ വിലയേറിയ മദ്യം കിട്ടും, ബോംബെ പോയാൽ വിലയേറിയ മയക്കുമരുന്ന് കിട്ടും, ഇതൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിലെ സിനിമ കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് വരുന്ന സമയത്ത് എന്റെ ഒരു കൂട്ടുകാരനെ കണ്ടുപിട്ടി. ജോൺസൺ എന്നാണ് ആ കൂട്ടുകാരന്റെ പേര്. അപ്പൊ ആ കൂട്ടുകാരൻ ഇങ്ങനെ യാത്ര ചെയ്ത് പോയപ്പോ എന്നോട് വെച്ച്, രാജു അവിടെ പോകണം, ഞാൻ സിനിമ വീട്ടിലേക്ക് പോകണമെന്ന് വെച്ചു. അപ്പൊ എന്നോട് വെച്ച് ബോംബെ വരുന്നുണ്ടാന്ന് വെച്ചു. ഞാൻ ഈ ബോംബെ വരണമെങ്കിൽ ട്രെയിൻ കയറി ദൂരം കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്റെ അകത്ത് പൈസ ഒന്നുമില്ല. അപ്പൊ ഇദ്ദേഹം ജോലി എടുക്കുന്നത് നേവൽ ഷിപ്പിലാണ്. അപ്പൊ അന്ന് രാത്രി 1 മണിയാകുമ്പോ നേവൽ ഷിപ്പ് കൊച്ചി വിട്ട് കൊളാബയിലേക്ക് പോണേ. അപ്പൊ പറഞ്ഞു, രാജു ആകെ ഒരു അരമണിക്കൂറുണ്ട്, പറ്റെങ്കിൽ വേഗം ഡ്രസ്സ് എടുത്തിട്ട് പോവാ, നമുക്ക് ബോംബെ പോകാൻ പറഞ്ഞു. അന്ന് ശരി കിട്ടിയ അവസരമല്ലായി. അവിടെ ബോംബെയിലാണ് വില കൂടിയ സിഗരറ്റ്സ് 555 റോത്തമൻസ് എന്ന് പറഞ്ഞ സിഗരറ്റ് ഒക്കെ അവിടെ കിട്ടുന്നത്, ഇവിടെ കിട്ടുന്നില്ല. അപ്പൊ എനിക്കൊരു ആഗ്രഹം, കൂട്ടുകാരുടെ മുമ്പിൽ ഇതൊക്കെ ഒന്ന് വലിച്ചു കാണിക്കണം. അങ്ങനെ ആ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയോട് കൂടെ രാത്രി വീട്ടിൽ വന്ന് ഞാൻ ബോംബെ പോണേ, ഞാൻ ബോംബെ പോണേ, അച്ഛൻ കുടിച്ച് ഇങ്ങനെ കിടക്കണേ, അപ്പം പറഞ്ഞ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയും. അങ്ങനെ ഡ്രസ്സ് എടുത്തിട്ട് നേരെ കൊച്ചി മറ്റേ തുറമുഖത്ത് പോയി, നേവൽ ബേസിന്റെ ജെട്ടിയിൽ പോയി. അവിടെ ഞാനും ഇദ്ദേഹം കൂടി നേരെ ബോംബെയിലേക്ക് പോയി. ബോംബെ പോയി ഇറങ്ങി. ജീവിതത്തിൽ ഞാൻ എന്തോ കണ്ടുപിടിച്ചു, എനിക്കെന്തോ കിട്ടി എന്നുള്ള ഭയങ്കര ഒരു പേരും ഒരു മതിപ്പായിരുന്നു തന്നെ. അങ്ങനെ ബോംബെ പോയി അവിടെ അങ്ങനെ കറങ്ങി നടന്നു. അവിടെ വെച്ചാണ് ആദ്യം ചെറസ് എന്ന് പറയും, ഒരു മയക്കുമരുന്നാണ്. ആ ചെറസ് സിഗരറ്റിന്റെ ചുക്കുമായും കൂടി മിക്സ് ചെയ്തിട്ട് വലിക്കുന്ന വലിയൊരു അനുഭൂതിയാണ്. അങ്ങനെ ആ ചെറസ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. ആ കഞ്ചാവിനേക്കാളും വില കൂടിയ ഒരു സാധനമാണ് അത് ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഉപയോഗിച്ച് ഷിപ്പിന്റെ റഡാർ എന്ന സ്ഥലത്ത് കയറി ഞാൻ കടന്നു വന്നു. അങ്ങനെ കടന്നു തുടങ്ങി. ഇതാണ് എന്റെ ജീവിതം, ഇതാണ് സൗഭാഗ്യം, ഇതാണ് സന്തോഷം എന്ന് കരുതി ഞാനിങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. എങ്കിലും എന്റെ ഉള്ളത്തിലും സമാധാനമില്ല. എനിക്ക് എന്താണെന്ന് അറിയാമല്ലോ, ഇത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പല അത് കഴിഞ്ഞ് ബോംബെയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ബോംബെ കുറെ നാളായിരുന്നു. അവിടെ ഞാനൊരു രോഗിയായിത്തീർന്നു. എൻട്രി ഫീവർ എന്നൊരു ടൈഫോയിഡ് രോഗം പിടിച്ച് എന്നെ നോക്കാൻ ആരുമില്ല ബോംബെയിൽ, വീട്ടുകാരെല്ലാം എവിടെയാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ ഇവിടെ കിടന്നാൽ ഞാൻ മരിച്ചു പോകുന്നു മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോ തന്നെ ചേച്ചി എന്നോട് പറയാൻ തുടങ്ങി, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി, ഞാൻ പെന്തക്കോസിൽ ചേർന്നു, ഞാൻ സ്നാനപ്പെടാൻ വേണ്ടി പോണേ. ഈ എന്റെ കുടുംബത്തിലോ ഞങ്ങളുടെ ജീവിതത്തിലോ യേശു ആരാണെന്ന് അറിയില്ല, പെന്തക്കോസ് എന്താണെന്ന് അറിയില്ല. ആകെ കണ്ടേക്കണ ആ പാസ്റ്റർ ഇടക്കിടക്ക് വീട്ടിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വരുമ്പോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അത് മാത്രമേ കണ്ടുള്ളൂ. അതും ഇങ്ങനെയുള്ള ലൈഫ്, പാസ്റ്റർ വൈഫ് ഇങ്ങനെയുള്ള ലൈഫ് ആയതുകൊണ്ട് എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസമില്ല.
ചേച്ചി എന്തിനാ പ്രാർത്ഥനയ്ക്ക് കൂടെ എന്നൊക്കെ ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞ് എന്റെ ഭർത്താവ് മദ്യപാനിയാണ്, ഭർത്താവ് മാനസാന്തരപ്പെടുവാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് കൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ച് ശരി ചേച്ചിയുടെ സമാധാനം അതാണെങ്കിൽ ചേച്ചി പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടു. അങ്ങനെ ഞാൻ പിന്നെയും ആ ജ്യൂസ് കടയിൽ കയറി, പിന്നെയും ഞാൻ ജോലി എടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ജോലിയെടുത്ത് പൈസ പോരാതെയായി, മദ്യപാനത്തിലായി, പൈസ പോരാതായി, വഴക്കായി, പൈസ പോരാതായി. അച്ഛന്റെ കൂടെ നേവൽ ബേസിൽ ജോലി എടുക്കുന്ന ആൾക്കാര് നേവൽ ബേസിന്റെ ഗേറ്റ് പുറത്തോട്ട് വരുമ്പോൾ ഇവര് കുറെ മദ്യപിച്ച് കുടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവര് കുടിച്ച് ഒന്ന് റോട്ടിൽ കിടക്കുമ്പോ ഇവരെ കൊണ്ടുപോകുന്നത് ഞങ്ങളാണ്, ഞാനും കൂട്ടുകാരാണ്. ഇവരെ വന്ന് ഒരു സൈഡിൽ ഒന്ന് വേറൊരുത്തം പിടിക്കും, വേറൊരു സൈഡിൽ ഞാൻ പിടിച്ചിട്ട് അവരുടെ പോക്കറ്റിൽ കൈ തട്ടും. ഹലോ ചേട്ടാ, പോക്കറ്റിൽ പൈസ ഉണ്ടാകുന്ന നോക്കണേണ്. പാന്റ് പോക്കറ്റിലും ഷർട്ടിന്റെ പോക്കറ്റിലും പൈസ ഉണ്ടാകുന്ന നോക്കിയിട്ട് ഹലോ വാ ചേട്ടാ, ഞാൻ ചേട്ടനെ വീട്ടിൽ കൊണ്ടുപോയി കിടത്താം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള പൈസയും ഇദ്ദേഹത്തിന്റെ വാച്ചും നല്ല ബെൽറ്റ് ആണെങ്കിൽ നല്ല ഷൂസ് ആണെങ്കിൽ എല്ലാം ഊരിക്കൊണ്ട് അങ്ങനെ എല്ലാ മാസം ആ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഉള്ള ടൈമിന് ഞങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് മൂലക്കൊണ്ടിരുത്തി ഇവരുടെ പൈസയും ഈ വിലയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കള്ളുപിടിച്ച് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ച് മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ അച്ഛൻ നേവൽ ബേസിലാണെന്നല്ലോ ഞങ്ങൾ താമസം. അച്ഛന് പെട്ടെന്ന് വൈറ്റിലയില് തൈക്കുടം എന്ന സ്ഥലത്ത് ഒരു ക്വാർട്ടർ സെറ്റി, നേവിയുടെ ക്വാർട്ടർ സെറ്റി. അങ്ങനെ ഞങ്ങൾ നേവൽ ബേസിൽ നിന്ന് വൈറ്റില തൈക്കുടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ താമസം മാറുമ്പോഴേക്കും അച്ഛന്റെ ആ മദ്യപാനവും അമ്മേനെ ഉപദ്രവിക്കുന്നതും, നല്ല ചോറും ശമ്പളം കിട്ടുന്ന സമയത്ത് അച്ഛൻ ചിക്കൻ വാങ്ങിച്ചും വരും, ഇറച്ചി വാങ്ങിച്ചും വരും, ചോറൊക്കെ വാങ്ങിച്ചും വരും. പക്ഷെ അത് കഴിക്കാൻ സമാധാനത്തോടെ കഴിക്കാൻ പറ്റില്ല. ഈ അച്ഛൻ തന്നെ ആ ചോറും പ്ലേറ്റ് ഒക്കെ തട്ടിക്കളയും, ഈ കറിയുടെ പ്ലേറ്റ് ഒക്കെ തട്ടിക്കളയും. അപ്പനോട് എന്റെ ഉള്ളിലൊരു വൈരാഗ്യം വരാൻ തുടങ്ങി. ചേച്ചി ഒരു ചേച്ചി കല്യാണം കഴിച്ച് ഇങ്ങനെ നിൽക്കുന്ന, ഒരു ചേച്ചി ഡൽഹിയിലേക്ക് ജോലിക്ക് പോയി, പിന്നെ ഞാനും അമ്മയാണ്. കൂട്ടുകാരാണ് എന്റെ ആശ്രയം, കൂട്ടുകാരായിരുന്നു എന്റെ എല്ലാം. കൂട്ടുകാര് പറയുന്നത് പോലെയാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെ ഈ കട്ടാരി ബാഗിൽ വെച്ച് എന്നെ ചില കൂട്ടുകാര്, അത് ക്രിസ്ത്യാനി കൂട്ടുകാരാണ്. ഈ കൂട്ടുകാര് എന്നെ ആ പള്ളിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു കത്തോലിക്ക പള്ളിയുണ്ട്, ആ പള്ളി കൊണ്ടുപോയി. പക്ഷെ പള്ളി കൊണ്ടുപോയത് എന്തിനാന്ന് വെച്ചാല് ആ ഭണ്ഡാരപ്പെട്ടിന്ന് പൈസ എങ്ങനെയാ നമുക്ക് അടിച്ചു മാറ്റാം. അവിടെ ഈ പള്ളിയിൽ വരുന്ന കുർബാനക്ക് വരുന്ന ആൾക്കാര് ഈ കൂട്ടുകാരെല്ലാം ഇങ്ങനെ മോശമായ രീതിയിൽ അവിടെ പെരുമാറുമ്പോൾ അതെല്ലാം ഞാൻ കണ്ടു നിൽക്കുക. അതുമാത്രമല്ല ഈ കൂട്ടുകാരോടുകൂടെ മദ്യപിച്ച് അവിടെ സിമിത്തേരി ഉണ്ട്, സിമിത്തേരി പോയി കിടക്കുക, രാത്രിയാകുമ്പോൾ സിമിത്തേരി പോയി കിടക്കുക. അവിടെ മരിച്ചുപോയ ചില പ്രിയപ്പെട്ടവരുടെ തങ്കച്ചൻ, പൗലോസ് എന്ന് പറയുന്ന ആൾക്കാരുടെ തലയോട്ടി കയ്യും കാലും പൊക്കിയെടുത്തിട്ട് ഇത് തങ്കച്ചന്റെ തലയോട്ടിയാണ്, ഇത് ഇവരുടെ തലയോട്ടിയാണ് എന്ന് പറഞ്ഞ് വഴക്കിനും കൊട്ടേഷന് മോശം ചീത്ത വാക്ക് പറയാൻ വേണ്ടി പോവുക, വീട് കാവൽ നിൽക്കുക, രാത്രിയാകുമ്പോ വീട് കാവൽ നിൽക്കുക, ഇങ്ങനെയുള്ള ഭയങ്കര മോശമായ പ്രവൃത്തികൾ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയോ അച്ഛന് വീട് കിട്ടി. ഞങ്ങൾ നേരെ തൈക്കുടത്ത് പോയി. ചേച്ചി അപ്പൊ പ്രാർത്ഥനയിൽ ഒരുപാട് ഇൻവോൾവ് ആയി. ചേച്ചി പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും പോകാൻ തുടങ്ങി. ഞങ്ങളുടെ ക്വാർട്ടേഴ്സിന്റെ തൈക്കുടം 1000 വിഹാർ തന്നെ ക്വാർട്ടേഴ്സിന് വരും. ആ ക്വാർട്ടേഴ്സിന്റെ ബാക്കിൽ തന്നെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഒരു ആലയമുണ്ട്. അപ്പൊ ചേച്ചി അവിടെ ചെന്നു, ഞങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങി. തുടങ്ങിയപ്പോൾ പുതിയ ഫ്രണ്ട്സാണ്. ഞാൻ കട്ടാരി ബാഗിൽ എങ്ങനെ മോശമായിട്ട് ജീവിച്ചോ അതിനേക്കാളും ഒരുപാട് മോശമായിട്ടാണ് വൈറ്റിലയിൽ താമസിക്കാൻ തുടങ്ങിയ. വൈറ്റിലയിൽ എന്ന് പറഞ്ഞാൽ പേരുകേട്ട റോഡുകളും 18 സതീശൻ, കില്ലർ ജെയ്മി, അങ്ങനെ പേരുകേട്ട ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഞാൻ അവിടെ പോയി താമസിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ആ ക്വാർട്ടേഴ്സിൽ തന്നെ എല്ലാ വർഷം ദുർഗാപൂജയുടെ ഒരു ഉത്സവമുണ്ട്. ആ ദുർഗാപൂജയ്ക്ക് നമ്മൾ നമ്മുടെ പുസ്തകങ്ങൾ, ജോലിയെടുക്കുന്ന ആയുധങ്ങൾ കൊണ്ടുവന്ന് ദേവിമാർക്ക് വെച്ച് നമ്മളിവിടെ പ്രാർത്ഥിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ സിദ്ധിക്കും എന്നാണ് ഒരു പറയപ്പെടുന്നത്. അങ്ങനെയുള്ള പരിപാടി എല്ലാ വർഷവും ഉണ്ടായി. ഒരു പ്രാവശ്യം ആദ്യം ഞങ്ങൾ ചെന്ന് താമസിക്കാൻ തുടങ്ങിയ ആദ്യത്തെ വർഷം തന്നെ ഒരു വലിയൊരു വഴക്കുണ്ടായി. ആ വഴക്കിൽ ഞാൻ ഇടപെട്ട് ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന 2-3 പേരെ വളരെ മൃഗീയമായി ഉപദ്രവിച്ച്.
ഉപദ്രവിച്ച ശേഷം എനിക്ക് അവിടെ ഒരു പേരായി, ഞാൻ അവിടെ ഒരു ഡോൺ പോലെയായി, ഒരു വലിയ റൗഡി പോലെയായി. എനിക്കപ്പൊ ഒരു പേര് കിട്ടി ഭാഷ. രജനീകാന്തിന്റെ ഒരു സിനിമയുണ്ട്, അതില് രജനീകാന്തിന്റെ പേര് മാണിക് ഭാഷ എന്നാണ്. അപ്പൊ ഞാന് ഈ അവിടെ ചെന്നുമ്പോ തന്നെ ഒന്ന് ഡാൻസ് കളിക്കും, ഇങ്ങനെ ഇത്തിരി കരാട്ടൊക്കെ ഞാൻ പഠിച്ചു. സിഗരറ്റ് ഒക്കെ രജനീകാന്ത് സിഗരറ്റ് പോലത്തേക്ക് സിഗരറ്റ് ഇടും. സിഗരറ്റ് ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ച് ഷർട്ട് രജനീകാന്ത് ഷർട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് ഭയങ്കര സ്റ്റൈൽ. അപ്പൊ പിള്ളേര് എന്റെ പേരിട്ടു ഇവൻ ഭാഷയാണ്. അങ്ങനെ ഒരു പേര് കിട്ടി. ആ പേര് കിട്ടി ആ ക്വാർട്ടേഴ്സിൽ തന്നെ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം തൈക്കുളം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലുള്ള പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണേ. അപ്പൊ ചേച്ചി നേവൽ ബേസിൽ നിന്ന് തൈക്കുളത്തേക്ക് താമസം മാറി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പാസ്റ്റർ ചേച്ചിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം വരികയാണ്. ആ സമയത്തൊക്കെ ചേച്ചി പറയും, എടാ നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോവാ, ഇതൊക്കെ മാറും, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവും, നമ്മുടെ അപ്പൻ ശരിയാവും, നമ്മുടെ കുടുംബം രക്ഷപ്പെടും. പക്ഷെ എവിടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. പക്ഷെ ഒരു ദിവസം പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് ഞങ്ങൾ താമസിക്കുന്ന 4ാം നിലയിലാണ്. അപ്പൊ ഞങ്ങൾ ഒരു 5 പേര് ക്വാർട്ടേഴ്സിന്റെ താഴെ താമസിക്കണം, താഴെ നിൽക്കണേ. ഞങ്ങൾ ഇവിടെ ബീഡിയും സിഗരറ്റും വെച്ചുകൊണ്ടിരുന്ന സമയത്ത് പാസ്റ്റർ വന്നു. പാസ്റ്റർ വന്നപ്പോ പാസ്റ്റർ ആരാണ്, ഇനി എന്താണ് ഈ പാസ്റ്റർ, എന്താണ് ഈ പെന്റക്കോസ്റ്റ്, എന്താണ് അതൊന്നും എനിക്കറിയാൻ പാടില്ല. അന്ന് യേശുവിന്റെ പാട്ട് പാടിയാൽ ഞാൻ ഡാൻസ് കളിക്കും. എന്റെ അടുത്ത് നിൽക്കുവാൻ യേശുവുണ്ട്, എല്ലാവരും വരുവിൻ. ഞാൻ കൂട്ടുകാരൊക്കെ ഇതൊരു ഭയങ്കര ഡാൻസ് കളിച്ച ഒരാളാണ്. ഒരു ലോക്കറ്റൊക്കെ ഉണ്ട് യേശുവിന്റെ. പക്ഷെ കള്ളുപിടിക്കുമ്പോ ഈ ലോക്കറ്റൊക്കെ പുറകെ വെച്ചിട്ടാണ് കള്ളുപിടിക്കുന്നത്, ചീത്ത പറയുന്നത്. പാസ്റ്റർ വീട്ടിലേക്ക് വന്നു. പാസ്റ്റർ വീട്ടിലേക്ക് അതിലൊരുത്തം പറഞ്ഞു, ഇത് പെന്തക്കോസ് പാസ്റ്ററാണ്. ഈ പാസ്റ്ററിന്റെ പരിപാടി എന്ന് പറയുന്നത് മതം മാറ്റുന്ന പരിപാടിയാണ്. നമ്മള് മതം മാറ്റുക. അപ്പോ ഈ പാസ്റ്റർ നിന്റെ വീട്ടിലാണ് വരുന്നത്, നിന്റെ ചേച്ചിനെ കാണാൻ വേണ്ടിയാണ് വരുന്നത്. നിന്റെ ചേച്ചിനെ മതം മാറ്റി, ഇനി നിന്റെ കുടുംബത്തെ എല്ലാവരും മതം മാറ്റാൻ വേണ്ടിയാണ് ഈ പാസ്റ്റർ വന്നത്. ഇത് കേട്ടപ്പോ കൂട്ടുകാര് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ തരും, നമുക്കിത് ചോദിക്കണം, നമുക്ക് വിടാൻ പറ്റത്തില്ല. അപ്പൊ ഞാനും വിചാരിച്ചു ശരി എന്നാ നമുക്ക് ചോദിക്കാം. അങ്ങനെ പാസ്റ്റർ 4ാം നിലയിലേക്ക് പോയി. ഞങ്ങൾ താഴെ നിൽക്കണേ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്നോട് വന്നിട്ട് പറഞ്ഞു, രാജു പാസ്റ്റർ പോയിട്ട് കുറച്ച് നേരമായില്ല, വന്നിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കണായിരിക്കും. ഇല്ലടാ, കുറെ നേരം പാസ്റ്റർ പോയിട്ട് വന്നില്ല. ഞങ്ങള് 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, മൊത്തം 5 പേര്. ഞങ്ങൾ ഇതെല്ലാം കൂടി 4ാം നിലയിലേക്ക് ചെന്നു. എന്റെ വീട്ടിൽ ചെന്നപ്പോ പാസ്റ്റർ എന്ന് സംസാരിക്കണ ചേച്ചി അവിടെ നിന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണേ. ഞാൻ അവിടെ പോയിട്ട് മേശയിലേക്ക് 2 തട്ട് കെട്ടിട്ട്, ഹലോ പാസ്റ്ററെ, നിങ്ങളുടെ സുവിശേഷം ഞങ്ങളുടെ വീട്ടിൽ വേണ്ട, പോയിക്കോ, ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ 30 കോടി ദേവി ദൈവങ്ങളെയും അസുരങ്ങളെയും പിശാചങ്ങളെയും ആരാധിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ഒരു യേശു ഞങ്ങൾക്കൊന്നും ചെയ്യണ്ട, പാസ്റ്റർ വേഗം പോയിക്കൊന്നു. ഓന്ന് പറഞ്ഞിട്ട് ഈ മുടിയൊക്കെ ഒന്ന് ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ മുടിയാണല്ലോ, മൈക്കിൾ ജാക്സനെ പോലെ മുടിയൊക്കെ ഇങ്ങനെ ആയിട്ട് രജനീകാന്ത് സ്റ്റൈല് സിഗരറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ ആയിട്ട് വലിച്ച് ആ പുകയെല്ലാം പാസ്റ്ററിന്റെ മുഖത്തേക്ക് ഊതി. അപ്പൊ പാസ്റ്റർ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കാണിച്ചിട്ട്, ആ പാസ്റ്ററിന്റെ പേര് റോയ് ചെറിയാൻ എന്നാണ്. ഇപ്പോൾ ആ പാസ്റ്റർ തൃശ്ശൂര് സഭാ ശുശ്രൂഷകനായിട്ട് നിൽക്കുക. അപ്പൊ പാസ്റ്റർ ഇങ്ങനെ കാണിച്ചു. ഇത് കഴിച്ചപ്പോ തന്നെ പാസ്റ്റർ പറഞ്ഞു, എന്നാ ശരി വിജയ സിസ്റ്ററെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണേന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ ചേച്ചി അങ്ങോട്ട് വൈലന്റായി. വീട്ടിൽ കയറി വന്ന ഒരു പാസ്റ്ററിനെ നീ അപമാനിച്ചു, വീട്ടിൽ കയറി വന്ന ഒരു ദൈവത്തിന്റെ ദാസനെ നീ അപമാനിച്ചു, നീ ഇൻസൾട്ട് ചെയ്തു, നോക്കിക്കോ നിനക്കതിന്റെ ശിക്ഷ കിട്ടും, നിന്നെ കർത്താവ് പിടിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മതം മാറ്റം നോക്കാനൊന്നും ഇവിടെ വരേണ്ട ആവശ്യമില്ല, നീ ഇങ്ങനെ പ്രാർത്ഥന പോയി ശരിയാണ്, പക്ഷെ ഒരു പാസ്റ്റർ ഒന്നും നമ്മുടെ കുടുംബത്തിൽ വരേണ്ട കാര്യമില്ല. കൂട്ടുകാരെല്ലാം കൂടി പറഞ്ഞു, പാസ്റ്റർ നമുക്ക് പാസ്റ്ററിനോട് ചോദിക്കണമെന്ന്. അന്ന് ശരി, ഓക്കെ. പാസ്റ്റർ പോയി കഴിഞ്ഞപ്പോ തന്നെ ചേച്ചിയും ഞാനും കൂടി ഭയങ്കര തർക്കത്തിലായി. ചേച്ചി എന്നോട് പറയാൻ തുടങ്ങി, യേശു എന്ന് പറയുന്ന ആൾ ആരാന്ന് അറിയാമോ? ഞാനിപ്പോ പറഞ്ഞു, യേശു ആരാണ്? യേശു കള്ളനാണ്, യേശു കള്ളനാണ്, യേശു ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകണ, യേശു ചീത്തയാണ്, യേശു മറിയുടെ വീട്ടിൽ പോയി, മാർത്തയുടെ വീട്ടിൽ പോയി. കാരണം ഇതൊക്കെ എനിക്കറിയില്ല, ഇതൊക്കെ എന്റെ കൂട്ടുകാർ പറഞ്ഞു തന്നേക്കുന്ന കാര്യങ്ങളാണ്, അടുത്തുള്ള ഫ്രണ്ട്സ് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഇന്നെല്ലാം പറഞ്ഞു. ഞാനും ചേച്ചി ഒരുപാട് തർക്കിക്കാൻ തുടങ്ങി. ചേച്ചി എന്നോട് പറഞ്ഞു, എടാ രാജു, നീ നോക്കിക്കോടാ, നീ ഒരു പാസ്റ്ററിനെ കളിയാക്കി, നിന്നിച്ചു, പരിഹസിച്ചു. ആ പാസ്റ്റർ പോയ സമയത്ത് എന്നെങ്കിലും നോക്കി, ആ പാസ്റ്റർ പ്രാർത്ഥിച്ചു പോയ സമയത്ത് എന്നെങ്കിലും നോക്കി. ഞാനും പാസ്റ്റർ ഇങ്ങനെ ഒരു ഞങ്ങളുടേതായ റൗഡി സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിലേക്ക് നോക്കി. പാസ്റ്റർ എന്നെ നോക്കിയിട്ട് 3 പ്രാവശ്യം പാസ്റ്റർ ഇങ്ങനെ തലയാട്ടി. ശരി എന്ന് പറഞ്ഞിട്ട് തലയാട്ടിയിട്ട് പാസ്റ്റർ പോയി.
എനിക്കത് പിന്നീടാണ് മനസ്സിലായത് 3 പ്രാവശ്യം പാസ്റ്റർ തലയാട്ടിയത് എന്തിനാണ്. പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ പാസ്റ്റർ തന്നെ ചമ്പക്കര പേട്ട എന്ന് പറയുന്ന പുഴയില് എന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നെ സ്നാനപ്പെടുത്തി. ഈ പാസ്റ്ററിന്റെ കൈക്കീഴ് എന്നെ സ്നാനപ്പെടാൻ ദൈവം എനിക്ക് അവസരം നൽകി തന്നു. ആമേൻ. ഇന്ന് ഇവിടെ നിൽക്കാനോ എനിക്ക് യാതൊരു യോഗ്യതയില്ല. എന്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യേശുവെ എന്ന് വിളിക്കാനുള്ള യോഗ്യയില്ല, ബൈബിൾ എടുക്കാൻ പോലും യോഗ്യയില്ല, ഒരു വെള്ള ഷർട്ട് ഇടാനും യോഗ്യയില്ല. എവിടെ കടന്നുവെച്ചാൽ ഞാൻ ഇന്ന് ഈ സമയത്ത് ഈ ടിവിയില് പ്രിയപ്പെട്ട ആന്റിയുടെയും അമ്മേ മുമ്പിൽ ഇങ്ങനെ യേശുവിനെ ഉയർത്തിപ്പറയാൻ, യേശു എന്റെ ജീവിതത്തിൽ ചെയ്ത ഈ വലിയൊരു അത്ഭുതത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്തു. ചേച്ചി പാസ്റ്റർ പ്രാർത്ഥിച്ചു പോയതിന് കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചിക്ക് എന്നോട് ഭയങ്കര വൈരാഗ്യം. ഒരു പാസ്റ്ററിനെ നീ ഇൻസൾട്ട് ചെയ്ത് നാണമില്ല. ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവത്തിന്റെ ദൂതനാണ്, കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് പാസ്റ്റർ. ആ പാസ്റ്ററിനെയാണ് നീ ഉപദ്രവിച്ചേക്കണ. കർത്താവ് നിന്നെ പിടിക്കുന്നു പറഞ്ഞു. ഞാനപ്പോ ചോദിച്ചപ്പോ നീ ആരാ? അപ്പൊ എന്റെ ചേച്ചി പറഞ്ഞു, ഞാനും കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചിനെ തൊട്ടാ കർത്താവ് എന്നെ തൊടോ? തൊടുന്ന് പറഞ്ഞു. അന്ന് നിന്നെ തൊട്ടിട്ടുള്ളൂ, ബാക്കി കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചേച്ചിയുടെ മുടി പിടിച്ച് ഇങ്ങനെ വലിച്ച് അടുക്കളയിൽ കൊണ്ടുപോയി. ചേച്ചിയുടെ നൈറ്റി അങ്ങോട്ട് കീറി, ചേച്ചിനെ കുറെ തല്ലി കുറെ ചീത്ത പറഞ്ഞു. അപ്പൊ ഇടക്കിടക്ക് ഞങ്ങളുടെ വീട്ടിൽ ഒരു എസ്റ്റേ എന്നൊരു ആന്റി വരും, ആന്റിയൊക്കെ വരും, അവരെയും കുറെ ചീത്ത പറഞ്ഞു. അങ്ങനെ ചീത്ത പറഞ്ഞ് ചേച്ചി അടുക്കളയിൽ നിന്ന് കരഞ്ഞു. ഞാനും എന്റെ കൂട്ടുകാരും എഴുന്നേറ്റു. അപ്പൊ ഞങ്ങൾ പോയി. ചേച്ചി അടുക്കളയിൽ നിന്ന് എഴുന്നേറ്റു. തുണിയൊക്കെ ഇങ്ങനെ ഉടുപ്പൊക്കെ ഇങ്ങനെ നേരൊക്കെ വെച്ചിട്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടിട്ട്, എടാ രാജു, ചേച്ചിയുടെ ബൈബിൾ ഉണ്ടായിരുന്നു, ആ ബൈബിൾ ഒക്കെ വലിച്ചത് നിന്റെ യേശു എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ചേച്ചി എന്നോട് എഴുന്നേറ്റ്, എടാ രാജു, നീ നോക്കിക്കോ, ഞാൻ സേവിക്കുന്ന യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ നിന്നെ പിടികൂടാണോ? ഞാൻ പറഞ്ഞു, അങ്ങനെ നിന്റെ യേശുവിനൊരു ശക്തി ഉണ്ടെങ്കിൽ, അങ്ങനെ നിന്റെ യേശുവിനൊരു കഴിവുണ്ടെങ്കിൽ എന്നെ പിടിക്കട്ടെ, എന്നെ തൊടട്ടെ, നോക്കട്ടെ. ഞങ്ങളാണ് 30 കോടി പേരുണ്ടല്ല, ഈ ഒരു യേശു അല്ലേ, ആരാ ജയിക്കണേ നമുക്ക് നോക്കാൻ പറഞ്ഞു. ചേച്ചി നോക്കിക്കോടാന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി കരഞ്ഞുകൊണ്ട് പോയി. ഞാനും എന്റെ കൂട്ടുകാരും ചിരിച്ച് ഇതൊക്കെ ഒരു വലിയ കാര്യം ചെയ്തതുപോലെയുള്ള രീതിയിൽ ഞങ്ങൾ നടക്കുന്നത്. അന്ന് രാത്രി ഞാൻ ഒരു സിനിമ കണ്ട്, എറണാകുളത്ത് ഒരു സിനിമ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു സങ്കടം. എന്തായാലും എന്റെ ചേച്ചിനെയാണല്ലോ ഞാൻ അടിച്ചത്, എന്റെ ചേച്ചിനെ അടിക്കാൻ പാടില്ലായിരുന്നു. ചേച്ചിയുടെ കുടുംബത്തിൽ പ്രശ്നം ഉള്ളതുകൊണ്ടല്ലേ ചേച്ചി പ്രാർത്ഥനയ്ക്ക് പോയത്. ചേച്ചി അങ്ങനെ സമാധാനത്തോടെ ജീവിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്റെ ഹാള്, പിന്നെ ഒരു മുറി, പിന്നെ അടുത്തൊരു മുറി. ഞാൻ ഈ റൂമിലാണ് താമസിക്കുന്നത്. ഇപ്പുറത്തെ മുറി ചേച്ചിയുടെ മുറിയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ ചേച്ചിയുടെ മുറിയിൽ ചെറിയ ലൈറ്റും കുറെ ഞെരുങ്ങുന്ന ശബ്ദം ഞാൻ കേൾക്കണേ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഞെരുങ്ങുന്ന ശബ്ദം എന്ന് പയ്യെ ചെന്ന് ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോ ഞാൻ കാണുന്ന കാഴ്ച, എന്റെ ചേച്ചി ഒരു പായ ഇട്ടിട്ട് മുഴങ്കാലിൽ നിന്നുകൊണ്ട് തലയിൽ തുണിയിട്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തി എന്റെ ചേച്ചി പറഞ്ഞ, എന്റെ കർത്താവേ, എന്റെ ആങ്ങളനെ നീ തൊടണേ, എന്റെ ആങ്ങളനെ നീ തൊടണേ, എന്റെ ആങ്ങളനെ നീ തൊടണേ, എന്റെ ആങ്ങളനെ തൊടണേ എന്ന് കരഞ്ഞ് കണ്ണുനീരോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ചു, ചേച്ചി ഇത് ആരോടത്, എന്താണ് ഈ പ്രാർത്ഥിക്കണം? ചേച്ചി കരഞ്ഞ് നിലവിളിക്കണേ ഞാൻ കണ്ടു. ഞാനപ്പോ തന്നെ റൂമിലേക്ക് പോയി. പക്ഷെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തു. കോട്ടസിൽ തന്നെ ഞങ്ങൾ താമസിക്കുന്നു. അവിടെ എനിക്ക് കൂട്ടുകാർ വരുന്നു, എന്നെ കൊണ്ടുപോകുന്നു, പല പ്രോഗ്രാമുകൾ, പല വിധമായ ഉപദ്രവങ്ങൾ, അങ്ങനെ എല്ലാത്തിലും പോയിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് ഒരു ദുർഗാപൂജയുടെ സമയമായപ്പോൾ അവിടെ ഈ ദുർഗാപൂജയുടെ സമയത്ത് എന്റെ അമ്മ കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ സമയത്ത് എന്റെ അച്ഛന്റെ കൂടെ തന്നെ ജോലി എടുക്കുന്ന ചിലര് വന്നിട്ട് എന്റെ അമ്മനെ കളിയാക്കി. ഞങ്ങൾ തമിഴ് ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ. അപ്പൊ എന്റെ അമ്മനോ തമിഴെത്തി അങ്ങനെ എന്റെ അമ്മ നന്നായി മുറുക്കാൻ ചവിട്ടും, എന്റെ അപ്പന് മുറുക്കാൻ കഴിയും. അപ്പൊ മുറുക്കാനൊക്കെ ആ ഒരു രീതിയിലുള്ള പരിഹാസങ്ങൾ എന്റെ അമ്മനെ പരിഹസിച്ചു. ആരും ഒരാള് അമ്മനെ തോണ്ടിന്ന തൊട്ടെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് എന്റെ കൂടെയുള്ള കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, എടാ നീ ഒരു
പുരുഷനാണോ, നീ ഭാഷയാണോ, ഈ ക്വാർട്ടേഴ്സിലെ വലിയ ഒരാളല്ലേ, നിന്റെ അമ്മനെ നടു റൂട്ടിലിട്ട് ഒരാൾ കളിയാക്കി, നീ അങ്ങോട്ട് മിണ്ടാതിരിക്കണേണോ, നമുക്ക് പോയി ചോദിക്കണമെന്ന് പറയും. അപ്പൊ ഞാൻ പറയും, ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ ഞാൻ ശാന്തമായി നിന്നു, ഒരു പ്രശ്നത്തിനൊന്നും പോകാണ്ടെന്ന രീതിയിൽ നിന്നു. അങ്ങനെ ഞാൻ നിന്ന്. രാത്രിയായപ്പോ ഈ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് പിന്നെയും കുപ്പികൾ കൊണ്ടുവന്ന് പിന്നെ മദ്യം കഴിപ്പിക്കാൻ തുടങ്ങി. മദ്യം കഴിച്ച് എന്റെ ലെവലൊക്കെ മാറാൻ തുടങ്ങി. ഇന്ന് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സുഹൃത്തുക്കളുടെ വർത്താനങ്ങൾ കേട്ട്, ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു വർത്താനം കേട്ട് നമ്മൾ പോകരുത്. പോയാൽ നമ്മുടെ യൗവന ജീവിതം മോശമായി മാറും. അങ്ങനെ ഈ പറയണ കേട്ട് എനിക്കങ്ങോട്ട് എന്റെ അമ്മനെ അങ്ങനെ കളിയാക്കിയ കാര്യങ്ങൾ, പരിഹാസിക്കുന്ന കാര്യം കേട്ട് ഞാൻ നേരെ ഈ എന്റെ ക്വാർട്ടേഴ്സിന്റെ, എന്റെ ഫ്ലാറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇയാൾ താമസിക്കുന്നത്. അയാളുടെ രവീന്ദ്രൻ എന്നാണ്. ഇന്ന് ഞാൻ അയാൾക്ക് സ്തോത്രം ചെയ്യുകയാണ്. അയാള് കേസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഇവിടെ വരത്തില്ലായിരുന്നു. ഈ ആള് വീട്ടിൽ ചെന്നു. ഇയാളാണ് പേടിച്ചിട്ട്, ഞങ്ങൾ 5 പേരുണ്ട്, പേടിച്ചിട്ട് ഒരു 5 ഞങ്ങൾ ഗ്യാങ് ആയിരുന്നു, ഒരു ഫ്രണ്ട്സ് ആയിരുന്നു 5 പേര്. ഇദ്ദേഹത്തിന്റെ വീട് ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പൊ കുറെ പ്രാവശ്യം വാതിൽ കൊട്ടിയിട്ടൊന്നും ഇദ്ദേഹം വാതിൽ തുറക്കണില്ല. അങ്ങനെ ഞാനും ഈ 5 പേരും കൂടി വാതിൽ ചവിട്ടിപ്പൊളിച്ച് ഇദ്ദേഹത്തെ, ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന ഇയാളെയും ഇയാളുടെ ഭാര്യയെയും ഇയാളുടെ 3 മക്കളെയും ഞങ്ങൾ വളരെ ക്രൂരമായി ഉപദ്രവിച്ചു. ഇയാൾ ഒരു ഹേർട്ട് പേഷ്യന്റ് ആയിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങൾ നോക്കാതെ ആ സ്ത്രീ കരഞ്ഞു, ഒന്നും ചെയ്യില്ലെന്ന്. പക്ഷെ എല്ലാവരെയും വളരെ മോശമായി ഞങ്ങൾ ഉപദ്രവിച്ച് ഞങ്ങൾ പുറത്തോട്ട് വന്ന് ആ ക്വാർട്ടർ 180 വീട്ടുകാരുണ്ട്. 7 ഫ്ലാറ്റാണ്, 180 വീട്ടുകാരുണ്ട് ആ നേവി ഫ്ലാറ്റിൽ. ഞങ്ങൾ വെല്ലുവിളിക്കാൻ തുടങ്ങി, ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ എന്നിട്ട് ഞങ്ങൾ കയ്യിൽ ചില ആയുധങ്ങളൊക്കെ വെച്ചിട്ട്, ചില കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിക്കാൻ തുടങ്ങി. ആരും വന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് എന്തോ വലിയ കാര്യം ഞങ്ങൾ ചെയ്തു, കാരണം എന്റെ അമ്മേനല്ല ചെയ്തത്, വെറുതെ വിടാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഞങ്ങളുടേതായ വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഞങ്ങൾ കേൾക്കുകയാണ്, പോലീസ് വരും. ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി, പോലീസ് കേസായി, പോലീസ് വരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ 5 പേരും പല പല സ്ഥലങ്ങളിലേക്ക് ഓടി ഓടിക്കാൻ തുടങ്ങി. പോലീസ് വന്നു, ഞങ്ങൾ അന്വേഷിച്ചു, പോലീസ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഭയം തട്ടാൻ തുടങ്ങി. അപ്പൊ അവിടെ പല കേസുകളും ഉണ്ടാകുമ്പോൾ ആ തൈക്കുടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രാഷ്ട്രീയക്കാരനുണ്ട്, കോൺഗ്രസിലെ രാഷ്ട്രീയക്കാരൻ. അദ്ദേഹത്തിന്റെ പേര് ഫ്രാൻസിസ് മാഞ്ഞൂര എന്നാണ്. ഇദ്ദേഹം ഞങ്ങളെ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ CPM-ലുള്ള ആൾക്കാർ വന്ന് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷെ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. ഇതൊരു കേസ് ഇത്തിരി വഷളായിപ്പോയി, ഭയങ്കര ഒരു കേസായിപ്പോയി. 6 വർഷം വരെ ശിക്ഷിക്കാനുള്ള കേസാണ് ഞങ്ങൾ ചെയ്തത്. അങ്ങനെ ഒളിച്ചു പാർക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടേതായ പല ഫ്ലാറ്റും, അതിലൊരു ഫ്ലാറ്റിൽ കയറി ഞങ്ങൾ രഹസ്യമായി പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2 വ്യക്തികൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ രാജു ആരാണെന്ന് വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ തല്ലാൻ വേണ്ടി, ഇദ്ദേഹത്തിന്റെ ഒരാളെ തല്ലാൻ വേണ്ടി, ഇല്ലെങ്കിൽ ചീത്ത പറയാൻ വേണ്ടി നമ്മൾ വിളിച്ചുകൊണ്ട് പോകില്ല കൊട്ടേഷൻ പാർട്ടിക്ക്, അങ്ങനെ ഒരു കൊട്ടേഷന് വേണ്ടി എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തോട്ട് വന്ന്. ഞാൻ ആരാ, രാജുവിനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഞാനാ രാജു. അവന് വാ രാജു, ഒരു ചെറിയ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ താഴത്തോട്ട് കൊണ്ടുപോയി. എന്നെ ലിഫ്റ്റ് വഴി താഴത്തോട്ട് വന്നപ്പോ തന്നെ ഞാൻ നോക്കുമ്പോ ദൂരെ ഒരു പോലീസ് ജീപ്പ് ഫ്ലൈങ് സ്ക്വാഡ് കിടക്കണേ. ഞാൻ വെച്ച് എന്നെ വിളിക്കാൻ വേണ്ടി അതൊക്കെ ഫ്ലൈങ് സ്ക്വാഡിലാണ് വരുന്നത്. അത് അതിന്റെ കാരണമില്ല. നേരെ ഞാൻ അദ്ദേഹത്തെ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ഷൂസിൽ ബ്രൗൺ സോക്സ്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ വിളിക്കാൻ വേണ്ടി വന്ന ആള് പോലീസാണ്. ഓടാൻ നോക്കിയിട്ട് ഇദ്ദേഹം വിട്ടില്ല. ഈ 2 പേരും എന്റെ കോളറിൽ കയറി പിടിച്ച്, ഷർട്ടിൽ കയറി പിടിച്ച് എന്റെ ബാക്കിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് എന്നെ നേരെ ജീപ്പിലേക്ക് കൊണ്ടുപോയി ജീപ്പിനകത്തിട്ടു. ജീപ്പിനകത്ത് ഇട്ടപ്പോ എന്റെ കൂടെ വന്ന വേറെ 4 പേരും ആ ജീപ്പിനകത്തു. പോലീസ് ഞങ്ങളെ പിടിച്ചിടാന്ന് പറഞ്ഞു. നേരെ പോലീസ് പിടിച്ച് ജീപ്പി കയറ്റി ക്വാർട്ടേഴ്സിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് ജീപ്പി പോകുമ്പോ ചേച്ചി ഓടി വന്നിട്ട് പറഞ്ഞു, പോയിക്കോടാ രാജു മോനെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം, യേശു നിന്നെ രക്ഷിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് വല്ല വട്ടാണ്. ഈ എല്ലാ കാര്യത്തിലും യേശു രക്ഷിക്കും എന്ന് പറഞ്ഞാൽ ചേച്ചിനെ അങ്ങനെ അടിയടിച്ചിട്ട് ചേച്ചി വന്നിട്ട് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് ഞങ്ങളുടേതായ മാർഗങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങളുടെ കൂട്ടുകാരിൽ ഞങ്ങളില്ല. അപ്പൊ എന്റെ ഉള്ളിൽ ചിന്ത വന്ന്, ഇങ്ങനെ ഈ ചേച്ചീനെ രൂപാന്തരപ്പെടുത്തുന്നതായ ഒരു ഘടകമുണ്ടല്ലോ, അതെന്താണ്? എങ്കിലും കൂട്ടുകാരുടെ മൈൻഡില് മോശമായ മൈൻഡിൽ ഞങ്ങൾ നേരെ ജയിലിലേക്ക് പോയി. ചെറുപ്പത്തിലെ തന്നെ ജയില് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്.
സിനിമയിലൊക്കെ ഞാൻ ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ജയിലിൽ കാണുന്നുണ്ട്. ജയിലിൽ കിടന്ന് മോഹൻലാൽ ഇടി ഉണ്ടാക്കുന്നു, മമ്മൂട്ടി ഇടി ഉണ്ടാക്കുന്നു, രജനീകാന്ത് ഇടി ഉണ്ടാക്കുന്നു, കമലഹാസൻ, അമിതാഭ് ബച്ചനൊക്കെ ഇടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ജയിലെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ജയിൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നേരെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഞങ്ങളെ ഹാജരാക്കി. അവിടെ വെച്ച് അവര് ഞങ്ങളെ ഒരു അല്പമല്ല ചെറിയൊരു മസാജും കാര്യങ്ങൾ, മസാജ് ഒരു നല്ലൊരു ചെറിയൊരു അടിയിടിയൊക്കെ തന്ന് ഞങ്ങളെ അവിടെ നിന്ന് രാത്രി പാതിരാത്രി ആയപ്പോ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ജഡ്ജിന്റെ അടുത്തുണ്ട്. ഞാനിപ്പോ ഈ ഉപദ്രവങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. പക്ഷെ ഒരാൾ പോലും എന്റെ അവിടെ ഞങ്ങളൊന്ന് വിളിക്കാനോ കൊണ്ടുപോകാനൊന്നും വരും, ഒരാൾ വരും. അവിടെ കരയാൻ നിന്നത് എന്റെ അമ്മ മാത്രമാണ്. എന്റെ അമ്മ ആ ജയിൽ ആ പോലീസ് സ്റ്റേഷനിൽ കണ്ണാടിയുടെ അവിടെ വന്നിട്ട്, മോനെ എന്താണ് രാജു, അച്ഛനാണെങ്കിൽ വന്നിട്ടുണ്ട്, പക്ഷെ അച്ഛൻ കുടിച്ചു ഡോസായിട്ട് കിടക്കണം. ഈ അച്ഛൻ ഇങ്ങനെ 10th കഴിഞ്ഞപ്പോ തന്നെ എന്നെ അച്ഛൻ നേവിയുടെ എക്സാമിന് കൊണ്ടുപോകാൻ കൊണ്ട് എന്നെ നേവിയുടെ എക്സാമിൽ കൊണ്ടുപോയി. നേവിയുടെ എക്സാമിന് കാരണം ഞാൻ ഇംഗ്ലീഷും ഹിന്ദിയും നല്ലോണം പറയും. KV സ്കൂളിൽ ഞാൻ NCC ഉണ്ടായിരുന്നു. NCCയിൽ ഞാൻ പെട്ടി ഓഫീസറായിരുന്നു. അപ്പോൾ വഴിക്ക് എനിക്ക് ഓഫീസർമാരെയൊക്കെ സല്യൂട്ട് ചെയ്യാനുള്ള ഒരു അധികാരം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ സ്പോർട്സിലും NCCയിലും ഞാൻ നല്ല മികവ് കാണിച്ചത് കൊണ്ട് എനിക്ക് നേവിയിൽ എനിക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും. അപ്പൊ ഞാൻ അതെങ്കിലും കൊണ്ട് നേവിയിൽ ഒരു നല്ല ജോലി കിട്ടി. എന്റെ അമ്മനെ, എന്റെ ഒരു ആഗ്രഹമായത് എന്റെ അമ്മനെ എനിക്ക് നോക്കണം, എന്റെ അപ്പനെ എനിക്ക് നോക്കണം. പക്ഷെ അത് നടന്നില്ല. നേവിയുടെ എക്സാം എഴുതാൻ വേണ്ടി നേവി ഹാളിൽ ചെന്നപ്പോ തന്നെ അപ്പുറത്ത് പുറത്ത് എന്റെ അച്ഛൻ കള്ളും കുടിച്ച് അവിടെ ഉള്ള ഓഫീസർമാരായിട്ട് ബഹളമാണ്. എന്റെ മകനാണ് എന്റെ അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഈ എന്റെ മകന് അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ അച്ഛൻ കള്ളും കുടിച്ചോ അമ്മ പ്രശ്നം ഉണ്ടാക്കുമ്പോ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ശരിയായ രീതിയിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. എക്സാമിന് ഞാൻ തോറ്റുപോയി. അവസാനം ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വരാനിടയായിരുന്നു. ഇവിടെയും അച്ഛൻ പോലീസ് സ്റ്റേഷന്റെ വാതിക്കയില് അച്ഛൻ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അച്ഛൻ അവിടെയുള്ള പോലീസുകാരെ തെറി പറയണേ. ഞാൻ വിചാരിച്ച എന്നെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വരെ പോലീസ് വിളിക്കുന്നു. കാരണം അച്ഛന്റെ തെറി ആമാതിരി തെറിയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെയും എന്റെ കൂടെ 4 സുഹൃത്തുക്കളെയും ജീപ്പിന്റെ അകത്ത് കയറ്റി നേരെ ജഡ്ജിന്റെ അകത്തോട്ട് പോയി. എറണാകുളം കോമ്പാറ ഒരു സ്ഥലത്ത് ഒരു ജഡ്ജുണ്ട്. ആ ജഡ്ജിനെ കൊണ്ടുപോയി കാണിച്ചിട്ട് എന്നെ അന്ന് രാത്രി ഒരു 12:30-1 മണിയാകുമ്പോൾ ഞങ്ങൾ 5 പേരെയും എറണാകുളം സബ് ജയിലിന്റെ അകത്തോട്ട് കൊണ്ടുപോയി കയറ്റി. എനിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ജയിലിലേക്ക് പോകുന്നത്. കാരണം ജയിലിൽ നിന്ന് സിനിമയിൽ കണ്ട ഞാൻ ഇപ്പൊ ശരിക്കും ജയിൽ എന്റെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. ജയിലിൽ കയറി രാത്രി കിടന്നുറങ്ങി. രാവിലെ ആയപ്പോ രാവിലെ ജയിലിന്റെ അകത്ത് ടോയ്ലറ്റിന്റെ വാഷ്റൂം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിന്ന സമയത്ത് എന്റെ തോളത്ത് ഒരാളൊന്ന് തട്ടിയിട്ട് പറഞ്ഞ്, നീയാണോ രാജു? ഞാനാണ് രാജു. നിന്റെ പേര് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കത് തോന്നുന്നത് 10 ന്യൂസ് പേപ്പറിലാണ്. ജീവിതത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് എല്ലാത്തിലും തോറ്റുപോയ ഞാൻ ഒരു പേര് പോലും ടീച്ചർ വന്നിട്ടില്ല. ഒരു സ്ഥലത്തും ഒരു പേര് വന്നിട്ടില്ല. എന്തെല്ലാം അമ്മേ നല്ല കാര്യം ചെയ്യാൻ പേര് കിട്ടുമെന്ന് വിചാരിച്ച സ്കൂളിൽ, പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇവിടെ നോക്കുമ്പോ മലയാള മനോരമയിലെ ഹെഡിങ്ങിൽ തന്നെ ഗുണ്ടാ സംഘം പിടിയിൽ 1ാം പ്രതി രാജു അറസ്റ്റിലായി. ഇത് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ഒരു സ്ഥലത്തും പേര് വരാത്ത എനിക്ക് ന്യൂസ് പേപ്പറിൽ തന്നെ മലയാള മനോരമയിൽ ഭയങ്കര ഒരു സന്തോഷം. പേര് വന്നു, സന്തോഷമായി. എന്നിട്ട് എന്നെ തോളത്ത് കൊട്ടിയ ആള് എന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഷെക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, വെൽക്കം ടു എറണാകുളം സബ് ജയിൽ. എന്നിട്ട് എന്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചു. ഇനി നീ പ്രശ്നങ്ങൾക്ക് പോകണ്ട, പ്രശ്നങ്ങൾ നിന്നെ തേടി വരും. നീ ഇനി വഴക്കിടാൻ പോകണ്ട, വഴക്കുകളെല്ലാം നിന്നെ തേടി വരും. കാരണം ജയിലിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് തിരിച്ചു പോകുന്നത് അതിനേക്കാളും മോശമായ ക്രിമിനൽ ആയിട്ടാണ് നീ പോകുന്നത്. എന്നിട്ട് ഇദ്ദേഹം എന്റെ കൈ കൊടുത്തു, നീ എന്റെ കൂടെ വരുന്നുണ്ടാ, നമുക്ക് കാല് വെട്ടാൻ 10,000 രൂപ, കൈ വെട്ടാൻ 5,000 രൂപ, ആ കടയിൽ കയറി മോഷ്ടിക്കാൻ ഇത്രയും രൂപ കൈ കൊടുക്കണ്ടെന്ന് വെച്ചു. ഞാൻ വിളിച്ച് ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട്, എനിക്ക് തന്നെ അറിയാൻ പോലെ, ഞാനാണ് തമ്മനം ഷാജി. എറണാകുളം കേരളത്തെ മൊത്തം റൗഡിസം ഗുണ്ടായിസം കാണിച്ച് വിറപ്പിക്കുന്ന തമ്മനം ഷാജി ഞാനാണ്. കൈ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ കൈ കൊടുത്തു. ഇരിക്കട്ടെ, എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ പറ്റുമോ, അങ്ങനെയെങ്കിലും ആകാം എന്ന് പറഞ്ഞ് കൈ കൊടുത്തു. അങ്ങനെ കൈ കൊടുത്ത് അവിടെ കുറെ നീഗ്രോസ് ഒക്കെ ഉണ്ട്. അവരുമായിട്ട് ഒരുപാട് ചങ്ങാത്തത്തിലൊക്കെ.
കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയത് എന്റെ അമ്മയും എന്റെ അപ്പനും പല സ്ഥലങ്ങളിൽ നിന്ന് കടം വാങ്ങി വക്കീലിന് ഒരു നല്ല തുക കൊടുത്ത് ഞങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങി. ഞങ്ങൾ 5 പേര് ഇറങ്ങി. വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് നല്ല സ്വീകരണം കിട്ടുമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ് ഒക്കെ എന്നെ പൊക്കിയെടുത്ത് എന്നെ എന്നെ ഒരു ഭയങ്കര നല്ല പേര് പ്രസക്തിയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച. പക്ഷെ അവിടെ ഒന്നും നടന്നില്ല. എന്നെ കണ്ടപ്പോൾ തന്നെ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടുകാർ മാറാൻ തുടങ്ങി, എന്റെ ഫ്രണ്ട്സ് മാറാൻ തുടങ്ങി. വീട്ടിൽ കയറിയപ്പോൾ തന്നെ എന്റെ അമ്മ കരയാൻ തുടങ്ങി. നിന്നെ ഞാൻ എന്റെ വയറ്റില് ജനിപ്പിച്ചല്ലോ, നീ എവിടെയെങ്കിലും പോയി ചാകാൻ പാടില്ലേ, നീ എവിടെയെങ്കിലും പോകാൻ പാടില്ലേ എന്ന് എന്റെ അമ്മ പ്രാകാൻ തുടങ്ങി. ഞാൻ നിരാശനായി. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യണോ, എനിക്കറിയില്ല. ഞാൻ ദുഃഖിതനായി. കട്ടാൻ ബാഗിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും പ്രയാസം, ഇവിടെയും പ്രയാസം. ഞാൻ ഇനി എന്ത് ചെയ്യും? അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചേച്ചി വന്നിട്ട് പറഞ്ഞു, രാജു, ചർച്ചില് ഫാസ്റ്റിംഗ് പ്രേയർ നടക്കണേ പോലെ നീ അങ്ങോട്ട് പോവാ. അവിടെ ഫാസ്റ്റിംഗ് പ്രേയർ നടക്കണേ, നീ അങ്ങോട്ട് പോവാ. ഞാനൊന്നുമില്ല, ഞാനൊന്നും പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, എനിക്ക് പ്രാർത്ഥനയ്ക്കൊന്നും വരണ്ട, ഞാനിങ്ങനെ നിന്നോളാം. അപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ഞങ്ങൾ ഉപദ്രവിച്ച വ്യക്തികൾ വേറെ കുറെ കൊട്ടേഷൻ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കൊട്ടേഷൻ കൊടുത്തേക്കണെന്ന് ഞങ്ങൾ അറിയണേ. പുറത്തോട്ട് ഇറങ്ങിയാൽ നിന്നെ കൊല്ലും, ഇല്ലെങ്കിൽ വെട്ടും, നിന്നെ ഇടിക്കും. ഭയം, ഉള്ളിൽ പേടി തട്ടാൻ തുടങ്ങി. ഞാൻ അപ്പോൾ തന്നെ അവിടെയുള്ള ഞങ്ങൾ നേരത്തെ സേവിച്ച് പൂജിച്ച ആ ദൈവങ്ങളെടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, രക്ഷിക്കണം, രക്ഷിക്കണം, രക്ഷിക്കണം. പക്ഷെ ഞാൻ തേങ്ങയൊക്കെ വിളിച്ചു നോക്കിയാലും ഇതാരും കണ്ണു തുറക്കണില്ല. കാണാൻ ഭംഗിയുണ്ട്, അലങ്കാരമായിട്ടാണ് നിർത്തിയേക്കുന്നത്, നല്ല വസ്ത്രങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ കണ്ണു തുറക്കണില്ല. അവ എന്റെ ഉള്ളിൽ ചിന്ത, കണ്ണു തുറക്കാത്ത ഇവരെങ്ങനെ എന്നെ രക്ഷിക്കും, എന്റെ കുടുംബത്തെ എങ്ങനെ രക്ഷിക്കും? അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഞാൻ പോയിട്ട് വരും, കാരണം രക്ഷപ്പെടണം. 10ാം ക്ലാസ് പരീക്ഷ ചെയ്തപ്പോൾ ഇത് തന്നെയാണ്, കണ്ണു തുറക്കണില്ല. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു, സ്വസ്ഥതയില്ല. വീട്ടിലേക്ക് വന്നപ്പോ പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു വിളി വന്നു. എന്നിട്ട്, രാജു, നീ ജാമ്യത്തിൽ ഇറങ്ങിയത് കള്ള പൈസ കൊടുത്തിട്ടാണ്. വക്കീലിനെ നീ പറ്റിച്ചിട്ട് കുറെ പൈസ കൊടുത്തിട്ടാണ്, കൈക്കൂലി കൊടുത്തിട്ടാണ് പോലീസും വക്കീലും നിന്നെ ജാമ്യത്തിൽ ഇറക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പിന്നെയും എനിക്കെതിരെ കേസ് കൊടുത്തു. ഇത് ഇപ്രാവശ്യം കേസ് വന്നത് കോടതിയിൽ നിന്നാണ്, സെഷൻ കോർട്ട്, എറണാകുളം സെഷൻ കോർട്ടിൽ നിന്നാണ് കേസ് വന്നേക്കണം. ഈ കേസ് വന്നവരെ പനങ്ങാട് പോലീസ് പിന്നെയും വിളിച്ചിട്ട്, രാജു, ഇനി നിന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല, 6 വർഷം നീ ജയിലിൽ പോയി കിടക്കണം. ഞാനപ്പോ ചിന്തിക്കാൻ തുടങ്ങി, 6 വർഷം ജയിലിൽ പോയി, എന്റെ ജീവിതം, എന്റെ ഭാവി, എനിക്കൊരു രക്ഷയില്ലേ, എനിക്കൊരു ജീവിതമില്ലേ, ഇതാണോ എന്റെ ജീവിതം? ചിന്തിക്കാൻ തുടങ്ങി. ഇനി രക്ഷയില്ല. ഞാൻ പല മന്ത്രിമാരെ പോയി കണ്ടു, പല കൂട്ടുകാരെ കണ്ട് എന്നെ ഇതിന് രക്ഷിക്കണമെന്നോ. പക്ഷെ ഒരാൾക്കും എന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ല. എന്റെ ഉള്ളിൽ സമാധാനം വരുവാൻ ഞാൻ ചാരായം കൂടുതൽ കുടിക്കാൻ തുടങ്ങി. പക്ഷെ എന്റെ ഉള്ളിൽ ഒരു സമാധാനമില്ല, വേറെ ശൂന്യത. ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്, ഒരുപാട് ബൈക്കും കള്ളും ചാരായം എല്ലാം ഉണ്ട്, എനിക്ക് രക്ഷയില്ല. ആ സമയത്ത് ചേച്ചി പുറകെ നിന്ന് തോന്നിട്ട്, മോനെ രാജു, നിന്നെ രക്ഷിക്കാൻ ഒരു വഴിയുണ്ട് പോലും. എന്നെ രക്ഷിക്കാൻ ഒരു വഴിയാ, നമുക്ക് ചർച്ചിലേക്ക് പോകാം, യേശു നിന്നെ രക്ഷിക്കും. അപ്പൊ ഞാൻ യേശു എന്നെ രക്ഷിക്കോ? രക്ഷിക്കും. ഞാൻ എന്നെ കള്ളു മാറ്റുമോ? കള്ളുടി മാറ്റും. പുകവലി മാറ്റുമോ? പുകവലി മാറ്റും. ചീട്ടുകളി മാറ്റുമോ? ചീട്ടുകളി മാറ്റും. അത് മാറ്റുമോ? ഇത് മാറ്റുമോ? ചേച്ചി പറഞ്ഞു, നീ ഒന്ന് പള്ളി വാ, നീ ഒന്ന് ചർച്ചിൽ വാ, യേശു നിന്നെ മാറ്റും. കാരണം ഒന്നാമത്തെ കേസ് കഴിഞ്ഞപ്പോ 2ാമത്തെ കേസ് വന്നെങ്കിൽ എനിക്ക് ഇനി രക്ഷപ്പെടാൻ ഇനി ആരെങ്കിലും വിശ്വസിക്കണം. ഞാൻ അവിടെ പോയിട്ട് എല്ലാവരും കണ്ണടച്ചിരിക്കണേ, ഒരു രക്ഷയില്ല. ഞാൻ നേരെ എന്നാ ശരി പോകാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരാധനയ്ക്ക്, ആ ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് ഞാൻ ചത്തിപ്പോയി. ഞാൻ ഒരു ചേച്ചി മുമ്പേ പോയപ്പോ ഞാൻ പുറകെ വരാം, കാരണം ഫ്രണ്ട്സിന്റെ ഒക്കെ വീട് അവിടെ അടുത്താണ്. കൂട്ടുകാരെയൊക്കെ ചോദിക്കും, എവിടെ പോകണം, നീ ബന്ധുക്കോസിൽ പോകണോ? കാരണം ചർച്ചിന്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ ഒരുത്തനാണ് എന്റെ കൂടെ 2ാം പ്രതിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചർച്ചിലേക്ക് പോകുമ്പോ ഇവന്റെ അപ്പൻ എന്നെ കണ്ടെന്നെ കളിയാക്കും. അവന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ശ്രീജിത്തിന്റെ ഫാദർ ശർമ്മ, അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ കൃപയാൽ ഇന്ന് ആ ഫാമിലി വിശ്വാസത്തിലാണ്. ഹല്ലേലൂയ, ഞാൻ സന്തോഷിക്കണേ. ഞാൻ ആ ചർച്ചിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ കയറി ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവം അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടു. അവരിന്ന് തൃശ്ശൂരാണ് താമസിക്കും. അപ്പൊ വീട്ടിൽ ചർച്ചിലേക്ക് പോകാമോ? അപ്പൊ ഞാൻ ചേച്ചിയോട്, ചേച്ചി ആദ്യം മുമ്പേ ഞാൻ പുറകെ വരാം.
കാരണം കൂട്ടുകാരൊക്കെ ചോദിക്കുമല്ലോ എവിടെ പോണോ, ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തന്നെ പ്രാർത്ഥനക്കാരനായിരുന്ന ആൾക്കാർ ഇരിക്കൂലേ. അങ്ങനെ ചർച്ചിലേക്ക് പോകാൻ തുടങ്ങി. ഞാൻ ഏറ്റവും ബാക്കിൽ ചേച്ചി കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ഞാൻ വരും, പക്ഷെ സ്വത്രം 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 പറയൂല. ചേച്ചി ഒന്നും പറയണ്ട. പിന്നെ പോലെ ഞാൻ പറയണ്ട. ചേച്ചി ഒന്നും പറയണ്ട, നീ ഒന്ന് ഇരുന്നാ മതി. ഞാൻ ചർച്ചിലേക്ക് വന്നു. ചേച്ചി കയറിയിരുന്ന് ഞാൻ കയറി ഇരിക്കാതെ ചർച്ചിന്റെ ഇപ്പത്തെ സൈഡിലുള്ള ഫുൾ സകല സഹോദരിമാര് ഒറ്റ ഓട്ടം പുറത്തോട്ട് ഓടി അവിടെ പുറത്തോട്ട്. ഞാൻ ചോദിച്ചിട്ട് എന്താണ് എന്നെ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാവും. ഈ ചർച്ചിലെ ആ സഹോദരിമാര് എന്നെ ആദ്യമായിട്ട് കാണുന്നുള്ളൂ. ഇവര് കണ്ടിട്ട് വെച്ച് ഏതാണ് ഈ മൃഗം കയറി വന്നേക്കണം, ഇത് എന്തൊരു ജന്തു ചർച്ചിലേക്ക് കയറി വന്നേക്കണ പോലെ. ചുണ്ടെല്ലാം കറുപ്പ്, കവളെല്ലാം പൊട്ടി, മുടിയെല്ലാം ഇങ്ങനെ വളർത്തി, ടൈറ്റ് ജീൻസ്, ടൈറ്റ് ബനിയനും, ഒരു കാവില് കമ്മല് ഇട്ടിട്ട് ഈ മൃഗം ചർച്ചിലേക്ക് കയറി വരുന്നതിന് വന്നെ ഇവരെല്ലാം ഓടിപ്പോയി. എന്നെ കണ്ട് പേടിച്ച് ഓടിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് പാസ്റ്റർ ആരാധന സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് നമ്മുടെ വിദ്യാ സിസ്റ്ററിന്റെ ആങ്ങളെയാണ് എന്ന് പറഞ്ഞപ്പോ തന്നെ സഹോദരിമാരെല്ലാം വന്ന് ലൈനായിട്ടിരുന്നു. ഇത് പ്രാർത്ഥനയ്ക്ക് വന്നത് തുടങ്ങി, ആരാധന തുടങ്ങി. ഭയങ്കര പേടി പ്രാർത്ഥന. എനിക്കുള്ളിൽ ചിരിവുണ്ട്. അപ്പോൾ തന്നെ എന്നെങ്കിലും ആരെങ്കിലും രക്ഷിക്കും. കൃഷ്ണനാണ്, അള്ളാഹു ആണ്, ഇനി യേശു ആണ്, ആരാണ് എന്നെ രക്ഷിക്കണം എന്നുള്ളൊരു ഞാൻ അവിടെ ബാക്കിലിരുന്നു. ബാക്കിലിരുന്നപ്പോ ഫ്രണ്ടിൽ ആരാധന കഴിഞ്ഞപ്പോ ഷെർലി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ, ആ ഷെർലി സിസ്റ്റർ അവരുടെ ഹസ്ബൻഡ് എന്താ വെച്ചാൽ അവരിപ്പോ ഭോപ്പാലിലെ സുവിശേഷ വേലയിലാണ്. ആ സഹോദരിയുടെ നേതൃത്വ പരിശുദ്ധാത്മാവ് ഒരു സഹോദരി വന്നിരിക്കാൻ തുടങ്ങി. കുറെ അന്യഭാഷ കൊണ്ട് ബാക്കിൽ ഒരു സഹോദരൻ വന്നിരിപ്പുണ്ട്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ, കേസിന്റെ കാര്യം ഞങ്ങൾ വേണ്ടില്ല, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ ഈ കേസിൽ നിന്ന് മൂന്നാഴ്ചക്കുള്ളിൽ കർത്താവ് ഈ കേസിൽ നിന്ന് ഈ സഹോദരനെ രക്ഷിക്കുന്നു. അപ്പൊ ദൂരായിട്ട് അപ്പൊ അടുത്തുള്ളവരുടെ ഞാൻ വിചാരിച്ച എന്റെ ചേച്ചി ഈ സഹോദരിയോട് പറഞ്ഞ് നേരത്തെ തന്നെ എന്നെ പെന്തക്കോസിലേക്ക് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരോ ട്രിക്സ് എല്ലാം പറഞ്ഞു കൊടുത്താന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാത്തി പറഞ്ഞേ. അപ്പോ ഇതെല്ലാം കഴിഞ്ഞപ്പോ 3 ആഴ്ചക്കുള്ളിൽ കർത്താവ് കേസിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു യേശു ഒരു സായിബാബനെ പോലെ അല്ലെങ്കിൽ ഏതോ പുതുനാട് മന്ത്രവാദിനെ പോലെ ഒരാളെ ഇങ്ങനെ ആകാശത്ത് നിറച്ച് അപ്പൊ തന്നെ കേസുകൾക്ക് മാറ്റം വരുന്ന ഒരാളാന്ന് ഞാൻ കരുതി. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് എന്നെ പാസ് വിളിച്ചു. രാജു, ഇപ്പോ പരിശുദ്ധാത്മാവ് ആ സഹോദരി വഴി രാജുവിനോട് പറഞ്ഞത് ഓർമ്മയുണ്ടാന്ന് വെച്ചു. ഞാൻ കേട്ടു പാസ്റ്റേ, യേശു ക്രിസ്തു 3 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ഈ കേസിൽ നിന്ന് മാറ്റി വെച്ചു. യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നുണ്ടാന്ന് വെച്ചു. യേശുവിന് ജീവിക്കാൻ തീരുമാനിക്കുന്നുണ്ടാന്ന് വെച്ചു. എനിക്ക് യേശുവിന് ജീവിക്കണമെന്ന് പറഞ്ഞാലും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്നെ ആരെങ്കിലും രക്ഷിച്ചാൽ മതി. ഇനി യേശു ആണെങ്കിൽ യേശു. ഞാൻ മുമ്പോട്ട് ചെന്നു. പാസ്റ്റർ നീ കയ്യിലൊക്കെ ചരടക്ക അഴിക്കണോ പോയി. ശരി, നീ കയ്യിലെ ചരടക്ക അഴിച്ചു മാറ്റി. യേശുവേ യേശുവേ ഞാൻ നിന്റെ രക്ഷകൻ കർത്താവാണ്. ഇതൊക്കെ പറയുമ്പോ ഉള്ളിൽ യേശുവിനോട് ജീവിക്കണമെന്നോ യേശുവിന്റെ മകനാണോ ഒരു താല്പര്യം. എന്നെ രക്ഷിക്കണം, ഇനി ആരെ രക്ഷിക്കണം, അയാളെ എന്റെ ദൈവം എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. പോന്നു. അത് കഴിഞ്ഞപ്പോ ആദ്യത്തെ ആഴ്ചയിൽ 3 ആഴ്ചകൾ കൊണ്ട് ആദ്യത്തെ ആഴ്ചയിൽ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും ഒപ്പിടണമെന്ന് പറയും. തിങ്കളാഴ്ച പോയി ഒപ്പിട്ടു. 2ാമത്തെ തിങ്കളാഴ്ച ഞാൻ പോയി ഒപ്പിട്ടു. 3ാമത്തെ തിങ്കളാഴ്ച ഞങ്ങൾ 5 പേരും കൂടി നേരെ ചർച്ച ചെന്നു. ഞാൻ ഒരു പാസ്റ്ററാണല്ലോ പറയാം, ആ ചേച്ചിയാണല്ലോ പറഞ്ഞത് അത് 3 ആഴ്ചക്കുള്ളിൽ കർത്താവിനെ കേസിൽ മാറ്റുന്നത്. 3ാമത്തെ ആഴ്ച ഞാൻ സ്റ്റേഷനിലേക്ക് പോണേ. അപ്പൊ പാസ്റ്റർ എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് രാജുവിനോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആകാശം മാറിയാലും ഭൂമി മാറിയാലും എന്ത് മാറിയാലും രാജുവിനെ കർത്താവ് പരിശുദ്ധാത്മാവ് കേസിൽ മാറ്റുന്നു. ഓക്കെ, സന്തോഷമായി. പാസ്റ്റർ പ്രാർത്ഥിച്ച് ഞങ്ങൾ 5 പേരും കൂടി പോയി. നേരെ തൈക്കുളത്ത് നിന്ന് ബസ് കയറി നേരെ പയനാട് പോയി. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ട് എന്റെ ഇവിടെ ഉണ്ടായിരുന്ന 5 പേരാണ്. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റിലെ ആളാണ് ആദ്യം പോയി ഒപ്പിട്ട് വന്നു. അതിന്റെ അവസാനം ഒപ്പിടാൻ വേണ്ടി പോണ ഞാനാണ്. പക്ഷെ ആ ഒരു പോലീസോ ഒരു CIO ഒരു SIO ഒന്നും എന്നൊന്നും പറയുന്നില്ല. ഞാൻ ചെന്ന് പേപ്പറിൽ ഒപ്പിട്ടിട്ട്
തിരിച്ചു വന്നിട്ട് ഞാൻ വാദിക്കുന്നു, പോലീസ് സ്റ്റേഷൻ വാദിക്കുന്നു, പോലീസ് കർത്താവ് എന്നെ രക്ഷിക്കുന്നതാണ് വന്നത്. പിന്നെന്താ എന്നെ ഒന്നും മാറ്റം ഉണ്ടാകാത്ത, എന്നെ ആരും ഇനി വരണ്ടാണോ ഒന്നും പറയുന്നില്ല. എന്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഇതെല്ലാം നുണയാണ്, ഇതെല്ലാം കളവാണ്. നമ്മൾ ഇതിലോട്ടാക്കാൻ വേണ്ടി, നമ്മളെ ബന്ധുക്കോസിലാക്കാൻ വേണ്ടി പാസ്റ്റർമാരും ഇങ്ങനെയുള്ള ആൾക്കാരും ഓരോ ചേച്ചിയും കൂടി, എന്റെ ചേച്ചിയും കൂടി മാനേജ് എടുത്തൊരു പദ്ധതിയാണെന്ന് മനസ്സിലായി. ഇങ്ങനെ ചിന്തിക്കണേ. എന്നിട്ട് അവിടുന്ന് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് നിന്നു. ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്ന് ബസ് ഇങ്ങനെ കാത്ത് ഞങ്ങൾ അഞ്ചുപേരും കൂടെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, അതിലെ കൂട്ടുകാർ വരാൻ തുടങ്ങി. അതായത് എല്ലാം നമ്മളെ ഇതിലോട്ട് ആക്കാനുള്ള തന്ത്രം ഉണ്ടാകും. പറഞ്ഞിരിക്കുമ്പോ പെട്ടെന്ന് ബസ് വരുന്നേ, പെട്ടെന്ന് അവിടെയുള്ള എന്നെ അറസ്റ്റ് ചെയ്ത ആ വേണുഗോപാലൻ എന്ന് പറയുന്ന ആ സാറ് കൈയടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ രാജു ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞാനാണ് രാജു, ഇവിടെ വന്നു. നേരെ എന്നെ വിളിച്ച് ഞാൻ സ്റ്റേഷന്റെ അകത്തോട്ട് വന്നു. ഞാൻ ചോദിച്ചു, എന്താ സാറേ നിന്റെ പേരാണോ രാജു? ഞാൻ രാജു, എന്റെ പേര് രാജു. എന്നാ ശരി, നീ ഇനി ഒപ്പിടാൻ വേണ്ടി വരണ്ട എന്ന് വേണ്ടി ഒരു കടലാസ് ചെയ്തു തന്നു. എന്താ സാറേ, ഇനി നീ ഒപ്പിടാൻ വേണ്ട, നീ പോയിക്കോ. എനിക്ക് സാറേ എന്താ, എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദി മാത്രമേ ഉള്ളൂ, മലയാളം അറിയത്തില്ല, മലയാളം സ്കൂളിൽ പഠിച്ചിട്ടേ ഇല്ല. അതായത് ഇത് കോടതിയിൽ നിന്ന് ലെറ്ററാണ്, ഇന്ന വകുപ്പിൽപ്പെട്ട ഇന്ന പ്രതിയായ 1-ാം പ്രതിയായ രാജുവിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു എനിക്ക് പോകാമെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ആണെങ്കിൽ ചാടണോ തുള്ളണോ പാടണോ ചിരിക്കണോ ഒന്നും എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്റെ കാതിൽ കൂടി ഞങ്ങളുടെ ഈ കൊച്ചിക്കാരുടെ ഭാഷയിൽ പറഞ്ഞ കിളി തുറന്നു പോകുന്നവരെ എനിക്കൊന്നും അറിയില്ല. ആകാശം കീറി ഭൂമി വിണ്ടു പോകുന്നവരെ ഞാൻ സമയത്താ ഇനി നീ ഒപ്പിടാൻ വേണ്ടി വരണ്ട, നീ വിളിക്കുന്നു. ഇതെന്തൊരു മിറാക്കിൾ. ഞാനിപ്പോ ഞാൻ ചോദിച്ചാൽ സാറേ എന്റെ കൂടെയുള്ള മറ്റേ 4 പ്രതികൾ, ആ 4 പ്രതികൾ വന്ന് ഒപ്പിടണം, പക്ഷെ നീ ഒപ്പിടാൻ വേണ്ടി വരണം. ഞാൻ പുറത്തിട്ട് കഴിഞ്ഞു. ഈ 4 പ്രതികളെ 4 പേരെയും കേസിന് കൊണ്ടുപോയത് ഞാനാണ്. അപ്പൊ മുഖ്യപ്രതിയായ ഞാൻ സ്വതന്ത്രനായി ഈ 4 പേര് പിന്നെ ഒപ്പിടാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി കടലാസായിട്ട്. അപ്പൊ കൂടെയുള്ള ആൾക്കാർ വെച്ച്, രാജു എന്തൊക്കെയാണ്, എന്താ സ്റ്റേഷനിൽ പ്രശ്നം, എന്താ സ്റ്റേഷനിൽ പ്രശ്നം? അടാ ഇനി മുതൽ എന്റെ ആ ഭാഷയിൽ എറണാകുളം ഭാഷക്കാരോട് ഇനി മുതൽ നിങ്ങളെല്ലാം കൂടി സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടോ, എനിക്ക് ഇനി വരണ്ട. ഇവരെല്ലാവരും കൂടി എന്നെ അവിടെ പിടിച്ചിട്ട് മതിലയിൽ അവിടെ ചാടി വെട്ടി. എന്നിട്ട് നീ വന്നിട്ടേ ഞങ്ങൾ വഴക്കിന് വന്ന, നീ വന്നിട്ടേ ഞങ്ങൾ തല്ലാൻ വേണ്ടി വന്ന, എന്നിട്ട് നീ കേസിന് പുറത്ത് ഞങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യാനാ? അതിലൊരുത്തം പറഞ്ഞു, ആ പെന്തക്കോസുകാരുടെ പ്രാർത്ഥനയുണ്ട്. അതിലൊരുത്തം പറഞ്ഞു, ഇവന്റെ ചേച്ചി വിജയങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. അതിലൊരുത്തം പറഞ്ഞ് ആ പാസ്റ്ററിന്റെ പ്രാർത്ഥനയുണ്ട്. അപ്പോഴാണ് ഈ പറഞ്ഞ എന്റെ മനസ്സിലങ്ങോട്ട് ശരിയാണല്ല അങ്ങനെ കാര്യം എനിക്ക് അങ്ങനത്തെ സുബോധം ഉണ്ടായ. അപ്പൊ ഞാൻ പറഞ്ഞു, അന്ന് പറഞ്ഞു പാസ്റ്റർ പോവാം. 4 പേരും ശരിയാണ്, നമുക്ക് പാസ്റ്റർക്ക് പോയി ചോദിക്കാം. രാജുവിനെ എങ്ങനെ വിട്ട് ഞങ്ങളെല്ലാം പിന്നെ സ്റ്റേഷന്റെ അകത്തോട്ടാണുള്ള ഇവ വിടുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ബസ്സിൽ കയറി ചർച്ചിലേക്ക്. ചർച്ചിൽ പോയപ്പോ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നേ. പാസ്റ്റർ 1 മണി ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പാസ്റ്റർ പുറത്തിറങ്ങി ചെരിപ്പിടേ. ചെരിപ്പിടുമ്പോ ബസ് ഇറങ്ങി ദൂരെ നിന്ന് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാസ്റ്ററെ എന്നൊന്നും എനിക്ക് അധികം വിളിക്കാൻ അറിയില്ല, കറക്റ്റ് എന്താണ് പറയുന്നത്. ഞാൻ ദൂരെ നിന്ന് പാസ്റ്ററേ ആരാണ്? യേശു എന്നെ രക്ഷിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ലോകരക്ഷിതാവായ ആ യേശുവിന്റെ പേര് എന്റെ നാമം വിളിക്കാനില്ല. ഞാൻ പാസ്റ്ററിനെ കെട്ടിപ്പിടിച്ചു, പാസ്റ്ററിനെ കെട്ടിപ്പിടിച്ചു. പാസ്റ്ററിനെ കെട്ടിപ്പിടിച്ചപ്പോ എനിക്ക് പോലും അറിയില്ല എന്റെ കണ്ണുനീര് എവിടെയെങ്കിലും വന്നത്. എന്നെ നേവൽ പോലീസ് എന്നെ തള്ളിയിട്ടുണ്ട്, എന്നെ സിവിൽ പോലീസ് എന്നെ പിടിച്ച് തള്ളിയിട്ടുണ്ട്, കൂടെ ഉള്ളവർ തള്ളിയിട്ടുണ്ട്. എന്റെ അച്ഛൻ അമ്മേനെ ഉപദ്രവിച്ച് ഞാൻ കഴിഞ്ഞിട്ടില്ല. ഇവരൊക്കെ ഉപദ്രവിച്ചിട്ട് ഞാൻ കഴിഞ്ഞിട്ടില്ല. കരയാനെനിക്ക് കാരണം നമ്മള് പുരുഷന്മാരാണുള്ള കണ്ടെടുത്തോണ്ടിരിക്കുക. പക്ഷെ എന്താന്ന് പറയാൻ പാടില്ല, ആ പാസ്റ്ററിൽ നിന്ന് ദൈവ സാന്നിധ്യം എന്റെ മേലേക്കൊന്ന് ഞാൻ കരയാൻ തുടങ്ങി. എന്റെ ഉള്ളം പൊട്ടിക്കരയാൻ തുടങ്ങി. അന്ന് രാത്രി ആ ദിവസം ആ ഞായറാഴ്ച ചർച്ചിൽ പോയി. ചർച്ചിൽ പോയപ്പോൾ ആദ്യമായിട്ട് ഒരു പുതിയ നിയമം പബ്ലിക്കായിട്ട് കൊണ്ടുപോകാനൊരു നാണം. ഞാൻ എന്റെ അനിയിൽ താഴ്ത്തി ഷർട്ടൊക്കെ പുറത്തിട്ട് ഞാൻ ചേച്ചിയുടെ പുറകെ പോയി. പുറകെ പോകുമ്പോൾ ചർച്ചിന്റെ പുറകെ പോകുമ്പോൾ എന്റെ കൂടെ കൂട്ടുപ്രതി, ആ കൂട്ടുപ്രതിന്റെ ആ വീട് ചർച്ചിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ.
എന്നെ വിളിച്ചില്ല. ഞാൻ അവന്റെ അപ്പം വിളിച്ചിട്ട് നീ പോലെയാണ്. അവര് നിന്നെ വെള്ളത്തിൽ മുക്കി പിടിച്ചിട്ട് സ്വത്രം 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 എന്ന് നിന്നെ വെള്ളത്തിൽ നിന്ന് പറയും. നീ വെള്ളത്തിൽ നിന്ന് സ്വത്രം സ്വത്രം പറഞ്ഞാലേ പിന്നെ അവര് നിന്നെ പൊക്കത്തുള്ളൂ. നീ വെള്ളം പിടിച്ച് മരിച്ചു. അവര് എനിക്കൊന്നും അറിയാൻ പറ്റില്ല. അങ്ങനെയാണ് ഏട്ടാ, അങ്ങനെയാണ്. പിന്നെ എന്റെ ഉള്ളിൽ ഒരു ഭയങ്കര ഡൗട്ട്. ചർച്ചയിൽ ചെന്ന് ഞാൻ ചർച്ചയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു. ഇങ്ങനെ യേശുവിനെ എനിക്ക് സാക്ഷ്യം ഒന്നും പറയാൻ കഴിയില്ല. പാസ്വന് യേശുവിനെ രക്ഷിച്ചു, രാജുവിന് വിശുദ്ധനായിട്ട് ജീവിക്കും, പ്രാർത്ഥന ഓക്കെ, പ്രാർത്ഥനയ്ക്ക് വരാം. അല്ല, ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോ അവിടെ കൂട്ടുകാരുടെ ഒരു സൈഡിൽ നിൽക്കണേ, ബൈക്കിലായിട്ട് ബിയറായിട്ട് നിൽക്കണേ, കുപ്പിയായിട്ട്. രാജു നീ പ്രവർത്തനം പോകാൻ പറ്റില്ല, നീ പ്രവർത്തനം പോകാൻ പറ്റില്ല, ഇവിടെ മദ്യം കഴിക്കാൻ ഇവിടെ ആള് വേണം, നീയാണ് ഇപ്പൊ ഞാനാണ് കൂട്ടുകാരെ കുപ്പി മദ്യം വരുമ്പോ ഐശ്വര്യമായിട്ട് കുപ്പി പൊട്ടിച്ച് ഒഴിക്കുന്നത് ഞാനാണ്. നീ ഇല്ലെങ്കിൽ തമിഴ് പാട്ട് പാടാൻ ഇവിടെ ആരുണ്ട്, ഹിന്ദി പാട്ട് പാടാൻ ഇവിടെ ആരുണ്ട്? കാരണം ഈ തമിഴ് പാട്ടും ഹിന്ദി പാട്ടും എന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ആ പാട്ടുകൾ പാടും. നീ പോയി ശരിയാവില്ല, ബന്ധത്തിൽ പോകില്ല. ചേച്ചിയുടെ തർക്കിക്കാൻ ബാധിക്കാൻ തുടങ്ങി. ഒരു വശത്ത് ചേച്ചിനെ ആരാധന കൊണ്ടു, മറുവശത്ത് കൂട്ടുകാരെ കൊണ്ടു. അങ്ങനെ വല്ലാത്തൊരു പ്രയാസം. എങ്കിലും ഞാൻ ചത്തിപ്പോവും. ചത്തിപ്പോയാലും എന്റെ ചേച്ചിയുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന, നീതിമാന്റെ സത്യമുള്ള പ്രാർത്ഥന വളരെയധികം ഫലിക്കുമെന്നതിലൂടെ ചേച്ചി ആ കാര്യത്തിൽ ജയിച്ചു. ഞാൻ ചത്തിപ്പോകാൻ തുടങ്ങി. കൂട്ടുകാർ നീ അങ്ങനെ ബന്ധുക്കൂസി പോകുന്നത് ശബരിമലയിൽ പോകണം, നമ്മൾ ഹിന്ദുക്കളാണ്, ശബരിമല സീസണല്ലേ മാറിയിടണോ? എന്നാ ശരി, നമുക്ക് മാറിയിട്ട് നോക്കാം. കാരണം എന്റെ ആ സമയത്ത് യേശു കൃഷ്ണനും അള്ളാഹു എല്ലാം ഒരേ കൺസെപ്റ്റാണ്, ഒരേ ദൈവം. അതൊരു വ്യത്യസ്തമല്ല, ഒരേ ദൈവമാണ്. ശബരിമല പോവാം, നമുക്ക് ശബരിമല പോവാം, ഞാനും ഒരു ശബരിമല. കാരണം എല്ലാവരും ഒന്നല്ലേ. മാലയൊക്കെ ഇട്ട് 40 ദിവസം ഉപയോഗിച്ച് പോണ സമയത്ത് പാസ് വരാൻ തുടങ്ങി. രാജു പോലെ ഫ്രണ്ട്സൊക്കെ വരാൻ തുടങ്ങി, ചർച്ചയിൽ നിന്ന് ആന്റിമാരൊക്കെ വരാൻ തുടങ്ങി. രാജു അത് പോലെ, അത് ശരിയല്ല, അത് തെറ്റാണ്, അത് എവിടാണ്, അങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ അത് ശരി ശബരിമല പോലെ നമുക്ക് പോകാൻ വേണ്ടി ഞങ്ങള് മാലയൊക്കെ ഇട്ട് 40 ദിവസം മൃഗമെല്ലാം എടുത്ത് നഖമൊന്നും വെട്ടാതെ താടിയൊന്നും ഷേവ് ചെയ്യാതെ മുടിയൊക്കെ വളർത്തി ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനമെടുത്ത് 40ാമത്തെ ദിവസം രാത്രി കിട്ടുന്നറിയും. അപ്പൊ ഞങ്ങളുടെ 7-8 ഫ്ലാറ്റിന്റെ അതിൽ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ നേരെ ഫ്ലാറ്റിന്റെ താഴെയാണ് കിട്ടുന്നത്. അവിടെ സ്വാമിമാര് വന്നിട്ടുണ്ട്, കോൺഗ്രസ് ചെയ്യുന്ന ശബരിമലയിൽ പോകാൻ ഒരുപാട് പേരുന്നുണ്ട്. ഞാനും ഇവിടെ വന്നിട്ട് എന്റെ കൂട്ടുകാരും വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കെട്ടുനിറച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടുനിറച്ചുകൊണ്ട് അവിടെ ശരണം വിളി എന്നൊരു സംഭവമുണ്ട്. ശരണം വിളിച്ചിട്ട് അവര് തേങ്ങ അറിയത്തുള്ളൂ. അപ്പൊ എന്റെ ടൈം വന്നു. അപ്പൊ എന്നോട് രാജു ശരണം വിളിച്ച് തേങ്ങ. ഞാനപ്പോ താഴ്ന്ന് മേലോട്ട് നോക്കിയപ്പോ ചേച്ചി അവിടെ നിൽക്കണേ. ചേച്ചി അവിടെ രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം, ഒരുപാട് കേസ് ക്യാൻസൽ ചെയ്യട്ടെ, അങ്ങനെ ഒരുപാട് ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഞാനിവിടുന്ന് ഈ ചെറിയ തേങ്ങയുള്ള ഈ സ്പിന്നിങ്, ക്രിക്കറ്റ് കളിക്കുമ്പോ ബോൾ സ്പിൻ ചെയ്യുന്നത് ആ തേങ്ങ ചേച്ചി നോക്കിയിട്ട് തേങ്ങ ചേച്ചിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കണേ. അതിന് എന്നോട് ഞാനും നീ ശരണം പിടിക്കാൻ വേണ്ടി പറഞ്ഞു. ശരി, അപ്പൊ ഇങ്ങനെ ഒരു വിളിയുണ്ട്, മാളിക പുറത്തമ്മ ദേവി മാതാവേ എന്ന് വിളിച്ചിട്ടാണ് തേങ്ങ. അപ്പൊ എന്റെ കൂടെ ഉള്ള ആ വ്യക്തി വിളിച്ചു കഴിഞ്ഞ് നീ ഞാൻ വിളിക്കണം. അപ്പൊ ഞാൻ വിളിക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ വിളിച്ചത്, മാളിക പുറത്തമ്മ ദേവി മാതാവേ എന്റെ യേശു കർത്താവേ ഒറ്റ ഏതെങ്കിലും തേങ്ങ പൊട്ടിച്ചെതിരിച്ച് അവിടെയുള്ള വലിയ സ്വാമിമാര് ചെറിയ സ്വാമിമാര് എല്ലാം ചാടി നിന്നിട്ട് ശബരിമലയിൽ പോകുമ്പോൾ ശരണം വിളിക്കുമ്പോ യേശു വിളിക്കുന്ന എന്ത് ശേഷം ചാടി എന്നിട്ട് ആ സ്വാമിമാരെല്ലാം കൂടി മാറ്റി നിർത്തി ഉണ്ണിക്കേറ്റി കൂടെ കൂട്ടുകാരെ നീ നമ്മളെ ശരണം വിളിക്കുമ്പോ അയ്യപ്പ ശബരിമല ശാസ്താവെ അങ്ങനെയല്ല വിളിക്കുന്നത്. അയ്യപ്പ യേശുവിനെ വിളിച്ചതില്ല, ഞാൻ വിളിച്ചില്ല. ഒരു നീ വിളിച്ചു. ചേച്ചി ഞാൻ ചേച്ചി നോക്കിയപ്പോ ചേച്ചി ഞാൻ പോലും അറിയാതെ എന്റെ ഉള്ളിൽ നിന്ന് ആ പൂജ നൽകുന്ന അത്ര സ്വാമിമാരുടെ മുമ്പിൽ വെച്ച് ഞാൻ പോലും അറിയാതെ യേശു കർത്താവേ എന്ന് വിളിക്കരുത്. എന്റെ ഉള്ളിൽ ബോധ്യം വരാൻ തുടങ്ങി, യേശു എന്തോ എന്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശബരിമലയിൽ പോയി എന്റെ അമ്മ കാലൊക്കെ കഴുകി വെള്ളം കുടിച്ചു. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പുണ്യസ്ഥാനം പോയി കണ്ടിട്ട് പറയുന്നതല്ലേ, ഒരു മഹാഭക്തനായ ഒരു വ്യക്തിയാണ്. കാരണം പേര് കറുപ്പുസ്വാമി എന്നാണ്. കറുപ്പുസ്വാമിയുടെ കറുത്ത സ്വാമി എന്നാണ്.
ഈ ഇടയ്ക്ക് ഒരു പാസ് പറയാൻ ഈ കറുത്ത സ്വാമിനെ വെളുത്ത സ്വാമിയാക്കി എന്ന് പറയാൻ ഇടയായിരുന്നു. അങ്ങനെ ശബരിമലയിൽ പോയി വന്നു, കാലൊക്കെ കഴുകി വെള്ളം ഒഴിച്ചു, വെള്ളമൊക്കെ നമ്മൾ കുടിച്ചു. അങ്ങനെ ആ വെള്ളമൊക്കെ ആ വീട്ടിനകത്ത് അവിടേക്ക് തെളിച്ചു. വീട്ടിനകത്ത് ഒരു വലിയൊരു സമാധാനം ശാന്തി ഉണ്ടാകട്ടെ എന്ന് കരുതി അങ്ങനെ ചർച്ചിലേക്ക് കൊണ്ട് പിന്നെ മലയിൽ ചവിട്ടാൻ വേണ്ടി കയറി. 18 സ്റ്റെപ്സ് ഉണ്ട്, 18 പടിയുണ്ട്. അതിൽ ഏറ്റവും പടി മേടി കയറിയപ്പോ തന്നെ എങ്ങനെയെന്ന് അറിയാൻ പറ്റില്ല, ആരും തള്ളിയിടുന്ന അവിടുന്ന് നേരെ താഴോട്ട് വന്നു, താഴെ വന്നു വീണു. എന്റെ കൂട്ടുകാര് മൊത്തം പൊട്ടിച്ചോടെ. ഞാൻ അവിടെ തീരുമാനിച്ചു ഈ ഒരിക്കലും ശബരിമലയിലേക്ക് പോയില്ല. അങ്ങനെ കൂട്ടുകാരായിട്ട് നേരെ വന്നു, ചർച്ചിൽ പോകാൻ തുടങ്ങി. ചർച്ചിൽ പോയാലും ഈ ചർച്ചിൽ പോയി ആരാധനയ്ക്ക് തിരിച്ചു ഒരു ദിവസം ചർച്ചയിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് എന്റെ അച്ഛൻ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛനെ ഒരുപാട് ഉപദ്രവിക്കുന്നു പറഞ്ഞു. എന്റെ അമ്മനെ ഒരുപാട്, എനിക്കാണെങ്കിൽ എന്റെ അമ്മ ജീവനാണ്. കാരണം എന്റെ അമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. അതായത് എന്റെ ചേച്ചിമാര്, എന്റെ അപ്പനെനിക്ക് അത്ര അപ്പനോട് പേര് പറഞ്ഞുള്ളൂ. പക്ഷെ എനിക്ക് ഉള്ളിൽ അപ്പനോട് വാത്സല്യമോ അപ്പനെ സ്നേഹിക്കണമെന്നൊന്നും കാര്യമില്ല. ഇന്നും എന്റെ പേര് കർപ്പസ്വാമിന്ന് മാത്രമാണ്. ഇഞ്ചിലൊന്നും ഇല്ല, മുമ്പിലും ഇഞ്ചിലില്ല, ബാക്കിലും ഇഞ്ചിലില്ല. കാരണം SLC ഞാൻ എഴുതിയ സമയത്ത് എനിക്ക് എന്റെ അപ്പന്റെ പേര് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇഞ്ചിലേ വെച്ചില്ല. അതുകൊണ്ട് കർപ്പസ്വാമിന്ന് മാത്രമേ നോ ഇഞ്ചിലില്ല എനിക്ക്. അപ്പം ആ ഒരു വെറുപ്പ് എന്റെ അപ്പന്റെ ഉള്ളിലുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു ഈ അപ്പനെ കൊണ്ട് തോറ്റു, കള്ളു കുടിച്ചുള്ള ബഹളമാണ്. അമ്മ പറഞ്ഞു നമുക്ക് അച്ഛനെ കൊല്ലാം. എന്നിട്ട് എന്റെ അപ്പം അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓക്കെ, അമ്മയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛനെ കൊണ്ട് കൊല്ലാം. അങ്ങനെ അമ്മ പറഞ്ഞു ഞാൻ നിനക്ക് കടയിൽ പോയിട്ട് എറണാകുളം മാർക്കറ്റിൽ വരുമ്പോൾ ഒരു വാക്കത്തി വാങ്ങിച്ചു തരാം. ആ വാക്കത്തിൽ നല്ല മൂച്ചുള്ള വാക്കത്തിയാണ്. നീ അപ്പൻ അതുകൊണ്ട് വെട്ടിക്കൊല്ല്. ജാമ്യത്തിന് അപ്പന്റെ അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ട്, ആ പൈസ കൊണ്ട് ഞാൻ നിന്നെ ജയിലിൽ നടക്കാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ശരി നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ആ 5-ാം തീയതി ആകുമ്പോ അച്ഛന് സാലറി കിട്ടും. സാലറി കിട്ടുന്ന സമയത്ത് അച്ഛൻ പൈസ കൊണ്ട് വരും. ഈ അച്ഛൻ കട്ടാരിമ ക്വാർട്ടേഴ്സിൽ നിന്ന് വൈറ്റില തൈക്കട ക്വാർട്ടേഴ്സ് താമസം തുടങ്ങിയ സമയം മുതൽ അപ്പൻ അമ്മനെ ഭീഷണിപ്പെടുത്തും. നീ കുടിക്കണം. അമ്മ കുടിച്ചില്ലെങ്കിൽ അപ്പൻ പിടിച്ചവനെ തന്നെ. അങ്ങനെ അമ്മ ഭയത്താലെ അമ്മ കുടിക്കാൻ തുടങ്ങി. അമ്മ കുടിക്കാൻ തുടങ്ങി അച്ഛനേക്കാളും കൂടുതൽ കുടിക്കാൻ തുടങ്ങി. അമ്മയെ അപ്പനും കൂടി പിന്നെ ഞങ്ങളുടെ കാര്യം അങ്ങനത്തെ ഒരു കാര്യം. അമ്മ പറഞ്ഞു നമുക്ക് ഈ അച്ഛൻ ഇന്നോടെ തീർക്കാന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു വലിയ വാക്കറ്റ് വലിച്ചു വന്നു. എന്നിട്ട് അമ്മ അടുക്കളയിൽ വെച്ചു. രാത്രി 12 മണിയാകുമ്പോൾ പ്രശ്നം തുടങ്ങും. അപ്പൊ ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നീ വന്നിട്ട് അപ്പനെ വെക്കാൻ മതി, കഴുത്തിൽ വെക്കാൻ മതി, ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആരാധന കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ തുടങ്ങി, വഴക്കങ്ങൾ തുടങ്ങി. ഞാൻ നോക്കുമ്പോ അമ്മ താഴെ കിടക്കുന്ന നമ്മുടെ നെഞ്ചില് അച്ഛൻ കാല് വെച്ചിട്ട് തെറിയും ചിന്തി വന്നു വീണാൽ ഞാൻ വേഗം വന്നു. അമ്മ കണ്ണൂർ കളിച്ച് പാക്കത്തെ പോകാൻ പോകുന്നു. ഞാൻ ഓടിച്ചെന്ന് മേടിന്ന് വാക്കത്തെ കൊണ്ടെടുത്തു. മേടിന്ന് അച്ഛനെ ചാരിട്ട് അച്ഛന്റെ കാലിന്റെ അവിടെ വെച്ചിട്ട് ഉപ്പ് മുറിക്കുന്നത് ശബ്ദമെല്ലാം കേട്ട് വന്നപ്പോ ചേച്ചി ഓടി വന്നു. വീട്ടിൽ റൂമിൽ ഓടി വന്നിട്ട് ഞാൻ വെട്ടല്ലേ ഞാൻ ഇപ്പൊ അച്ഛനെ കൊല്ലും, ഞാൻ ഇങ്ങനെ കാണിക്കണേ. പക്ഷേ ചേച്ചി അവിടെ നിന്നിട്ട് പറഞ്ഞ യേശുനാമത്തിൽ ഞാനിങ്ങനെ കത്തിയുടെ മേലോട്ടിങ്ങനെ വലിക്കുകയാണ്. മേലോട്ടുള്ള അച്ഛന്റെ വയറ് മൊത്തം കീഴി കൊണ്ടുപോകും. മൂച്ചുള്ള പുത്തം പാകത്തെയാണ് അമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ചെയ്തില്ല. ഞാനിങ്ങനെ ഓർമ്മന്നുണ്ടെങ്കിൽ എന്റെ കൈ അനങ്ങണില്ല. ആരോ ഒരാള് എന്റെ കൈ പിടിച്ച് ഇങ്ങനെ മുറുകെ വെച്ചേക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. അന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനിന്ന് ജയിലിൽ പോയി ആ ഒരു കൊലപാതക കേസിൽ വലിയൊരു പ്രതിയായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. പറ്റുന്നില്ല, കട്ട് ചെയ്തതായി പോയി. ചേച്ചി പാസ്റ്റർ വിളിച്ചു, ആൾക്കാർ വന്ന് എന്നെ നേരെ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. ഇനി നീ ചർച്ചയിൽ പോകുന്നു, ഇവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ ചർച്ചയിൽ പാസ്റ്റർ നിൽക്കാൻ തുടങ്ങി. എല്ലാ ഞായറാഴ്ച ഉപവാസം പ്രാർത്ഥി, എല്ലാ പ്രവാചകന്മാരും ഒരാളുടെ തലയിൽ കൈ കൊടുക്കില്ല. പക്ഷെ എന്റെ തലയിൽ കഴിഞ്ഞിട്ട് നീ ഒരു സുവിശേഷനാണ്, നിന്റെ പുറകിൽ 1000 പേര് കാണുന്നുണ്ട്, നീ ഒരു സുവിശേഷനാണ് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു വീഡിയോ തരാൻ തുടങ്ങി. അപ്പൊ പിന്നെ ജോലിക്ക് പോകുമ്പോ എല്ലാം തെറ്റിക്കൂടെ, എല്ലാം മോശമായി പോലെ. കടയിൽ പോയി സിഗരറ്റ് ആരും കാണാതെ ആരാധനയിൽ സിഗരറ്റ് വലിക്കാൻ വേണ്ടി കടയിൽ ചെന്നിട്ട് ചേട്ടാ ഒരു സിഗരറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ വായിൽ നിന്ന് ചിക്കലിക്സ് തരാനാണ്. എന്റെ ചിക്കലിക്സും ബബിളുമാണ്.
ഞാൻ പോലും വിചാരിച്ചു എന്റെ ഉള്ളിൽ ഞാൻ മദ്യം കഴിക്കാൻ തോന്നിയിട്ടും പറ്റുന്നില്ല, പുകവലിക്കാൻ തോന്നിയിട്ടും പറ്റുന്നില്ല. എന്റെ രൂപത്തിന്റെ ഉള്ളിൽ ഒരു മാറ്റം വരാൻ തുടങ്ങി. അങ്ങനെ നിന്ന് അങ്ങനെ അനാഥയ്ക്ക് പോയി അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നേവൽ ബേസിൽ തന്നെ, ഞാൻ നേരത്തെ സംസാരിച്ച നേവൽ ബേസിൽ തന്നെ ഒരു നേവി വീക്ക് ഉണ്ട്. വർഷത്തിൽ നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ നേവി വീക്ക് വരുന്നത്. നേവി വീക്ക് വന്നു കഴിഞ്ഞാൽ നേവിയുടേതായ ഷിപ്പിന്റെ യുദ്ധക്കപ്പലും പിന്നെ വെപ്പൺസും ഒക്കെ പ്രദർശിപ്പിക്കുന്ന സമയമാണ്. അത് ഈ കേരളത്തിലുള്ള പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് കാണും. അപ്പൊ നേവിക്ക് ഞങ്ങൾക്കൊക്കെ ആ ദിവസം ഭയങ്കര സന്തോഷമാണ്. മദ്യം കഴിക്കുക, കൂട്ടുകാരായിട്ട് ഒരുപാട് എൻജോയ്മെന്റ് ചെയ്യാം, അങ്ങനത്തെ സംഭവം. ആ ദിവസം വന്നപ്പോൾ കൂട്ടുകാരെ പാർവത്തിൽ ഏകദേശം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാനിപ്പോ പ്രാർത്ഥനയ്ക്ക് പോലെ എനിക്ക് വരുന്നില്ല കൂട്ടുകാർക്ക്. നമുക്ക് പോകാതിന് കൂട്ടുകാരെ എവിടേക്ക് നിർബന്ധിക്കുമ്പോ കുറെ നാളായല്ല കട്ടാരവാങ്ങിന്ന് ഞാൻ വന്നിട്ട് എന്റെ പഴയ ഫ്രണ്ട്സൊക്കെ കാണാന്ന് പറഞ്ഞോണ്ട് ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞു പോലെ. പക്ഷെ പാസ്റ്ററിനോടും പറയാതെ ഞാൻ ഈ നേവി പരിപാടി പോയിട്ട് അന്ന് നേവിയിൽ അവിടെ തിരികെ വരുന്ന സമയത്ത് ഒരു ഞാൻ പോലും അറിയാതെ എന്റെ കൂട്ടുകാരും അവിടെ കുറെ ഫ്രണ്ട്സ് 10-20 ഫ്രണ്ട്സ് മട്ടാഞ്ചേരിയിൽ നിന്ന് വന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്സായിട്ട് വഴക്കായി. ആ വഴക്ക് നടന്നപ്പോ എന്റെ മുമ്പിൽ കിടന്ന് പിള്ളേർ അങ്ങോട്ടും എന്റെ കൂട്ടുകാരനെ അധികം രാജു വാടാ ഞങ്ങളെ രക്ഷിക്ക്. എനിക്ക് വേണ്ടി പല പ്രാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കേസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരി എന്നെ വിളിക്കുന്നത് രാജു വാടാ, അതിലൊട്ടമ്മനാണ് വാടാ, ഒരുപാട് തെളിവ് പറയാൻ തുടങ്ങി. ഞാനില്ല, ഞാനിപ്പോ പ്രാർത്ഥനയ്ക്ക് പോലെ ഞാനില്ല. അതില് എന്റെ ഇന്റിമേറ്റ് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു രാജേഷ്. ആ രാജേഷിന്റെ തലകൾ കണ്ടപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ വേഗം ചെന്ന് അവിടെ ഒരു ഭയങ്കര അത്ഭുതം നടക്കുന്നത്. വേഗം ചെന്ന് മരത്തിന്റെ വേപ്പാളുണ്ട്, മരത്തിന്റെ മേളിൽ കയറി വലിയൊരു കമ്പ് ഞാൻ ഒഴിച്ച് ആ കമ്പില് ഇലകളെല്ലാം കളഞ്ഞ് എന്റെ കൂട്ടുകാരുടെ തലനാട് തലക്കിട്ട് ഓങ്ങി അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓങ്ങെ. അവിടെ ഒരു എന്തോ ഒരു മിറാക്കിൾ പോലെ ആരോ വന്നിട്ട് എന്റെ കൈ കയറി പിടിക്കുന്നത്. ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് നിർത്തി ആ വഴക്ക് നിർത്തി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നു. ഞങ്ങൾ തിരിച്ച് ആ നേവൽ ബേസിന്റെ അകത്ത് എന്റെ ക്യാൻറ്റീൻ അവിടെയാണ് കൂട്ടുകാരായിട്ട് ഒരുമിച്ച് കൂടുക. ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. അവിടെ ചെന്നിരുന്ന് ഈ തല്ലിയവരെ കൊല്ലാൻ വേണ്ടി ഒരുപാട് പ്ലാനിങ് ചെയ്യാനാണ്. ആ സമയത്ത് പിന്നെയും ആ മദ്യപാനത്തിലേക്ക് ഞാൻ ഒന്നും കഴിക്കാൻ തുടങ്ങി. പിന്നെയും പുകവലിക്കാൻ തുടങ്ങി. എന്റെ ഉള്ളിൽ ആ എന്തോ ഒരു സ്നേഹം നഷ്ടപ്പെടുന്ന പോലെ തോന്നി. എനിക്കറിയില്ല എന്ത് ചെയ്യുന്ന ഉള്ളിൽ മൊത്തം ചിന്തത് പോലെ. അവര് പാസ് പറഞ്ഞതാണ് പോകരുതെന്ന്. പക്ഷെ ഞാൻ പോയല്ലോ. ദൈവങ്ങളെ ഇനി ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പാസ്റ്റർ ദൈവത്തിന്റെ ആത്മാവിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യം സ്നേഹത്തോടെ വാങ്ങിയിട്ട് പറഞ്ഞെങ്കിൽ നമ്മളത് ചെയ്യരുത്. വലിയ ആപത്തിൽ പോയി നമ്മൾ വീഴും. അങ്ങനെ ഞാനത് കുറേശ്ശെ പിന്മാറാൻ തുടങ്ങി. അങ്ങനെ 2-3 മാസത്തേക്ക് ചർച്ചിൽ പോകാതെ ഞാനിങ്ങനെ കൂട്ടുകാരുമായി നടക്കാൻ തുടങ്ങി. ചർച്ചിൽ നിന്ന് ആൾക്കാർ വരും, പാസ്റ്റർ വരുന്നത് രാജുവിനെ യേശു രക്ഷിച്ചതല്ലേ, രാജു എന്തിനാണ് പിന്നെ ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പൊ ആ ചർച്ചയിൽ ഫിനോസ് എന്ന് പറയുന്ന കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരൻ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ നിന്നോ UK-യിലാണ് കൂട്ടുകാരൻ താമസിക്കുന്നത്. ആ ഫിനോസ് എന്ന് പറയുന്ന വ്യക്തി കോതമംഗലം ചേലാടുകാരനാണ്. ആ വ്യക്തി എറണാകുളം കല്ലൂരിൽ എടപ്പള്ളിയിൽ മാലി ഒരു മെക്കാനിക്കായിട്ട് വന്നത്. ആ വ്യക്തിയാണ് ആരാധിക്കുന്നുണ്ടായി. ആ വ്യക്തി രാത്രിയാകുമ്പോ എന്റെ ടൈം ഞാൻ എപ്പോഴാണ് വീട്ടിൽ വരുന്നത് ഈ വ്യക്തി നിൽക്കുന്നത്, രാജു യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്, യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ അനുഗ്രഹിക്കും, നീ മടങ്ങി വാങ്ങും. ഞാൻ പറയും ഫിനോസെ, നീ പറയുന്നത് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുന്നില്ല. പുകവലി, മദ്യപാനം, പിന്നെ സിനിമ കാണൽ അതിലൊക്കെ ഉണ്ട്, എനിക്ക് പറ്റുന്നില്ല. നീ പറഞ്ഞ വിശുദ്ധി എന്നത് ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പറഞ്ഞു ഈ 2-3 മാസം കൊണ്ട്. ഫിനോസ് എന്നോട് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നീ നിന്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധങ്ങളെ, അക്കുറവുകളെ നീ യേശുവിനോട് ഏറ്റു പറഞ്ഞാൽ യേശു നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് യേശുവിന്റെ രക്തത്താൽ നിന്റെ കയ്യിൽ നിന്നെ ശുദ്ധീകരിക്കും. അതിന്റെ എന്നോട് പറഞ്ഞു, രാജു യേശു വരുന്നുണ്ട്, യേശു വേഗം വരുന്നുണ്ട്, യേശു വരും, ഞങ്ങളെല്ലാം പോകും. പക്ഷെ രാജു നീ എന്ത് ചെയ്യും? ഞങ്ങളെല്ലാം എടുക്കപ്പെട്ടു നീ എന്ത് ചെയ്യും? ആ വാക്കുകൾ എന്റെ ഉള്ളിൽ കുത്താൻ തുടങ്ങി. എന്റെ കൂട്ടുകാർ എടുക്കപ്പെടും, എന്റെ ചേച്ചി എടുക്കപ്പെടും, കൈക്കുടം സഭ എടുക്കപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഉള്ളിൽ ദുഃഖം വന്നു. ഞാനിപ്പോ എന്ത് ചെയ്യണം? അപ്പൊ അവൻ പറഞ്ഞു, ഇന്ന് രാത്രി മരണം ദിവസത്തെ പ്രാർത്ഥനയാണ്, നീ അങ്ങോട്ട് പോവാ, നീ അവിടെ നിന്റെ കുറ്റങ്ങളൊക്കെ ഏറ്റുപറ. കാര്യം ശരിയെന്ന്.
അങ്ങനെ വൈകിട്ടായപ്പോ ചേച്ചി നമുക്ക് പ്രാർത്ഥനക്ക് വന്നു. പ്രാർത്ഥനക്ക് പോകാന്ന് പറഞ്ഞപ്പോ 2-3 മാസം പ്രാർത്ഥനക്ക് വന്നിട്ട് പിന്മാറി ഒരു ഭയങ്കര ചമ്മല്. ഞാൻ ഇനി എങ്ങനെ പാസ്റ്ററിനെ പോയി ഫേസ് ചെയ്യും? ഞാൻ ഇന്നെ എന്തോരം പേരെ പ്രാർത്ഥിച്ച അവരുടെ മുമ്പിൽ കുഴിഞ്ഞ പോയിരിക്കട്ടെ, എനിക്കാകെ ചമ്മല് നാളെ ലജ്ജയും. ഞാനപ്പോ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ചാരായ ഷാപ്പാണ്. ആ ചാരായ ഷാപ്പിന്റെ പേര് ചാക്കപ്പന്റെ ചാരായ ഷാപ്പാണ്. ഞാൻ റെഡിയായിട്ട് ഞാൻ 6 മണിയായപ്പോ 7 മണിക്കാണ് മീറ്റിംഗ് ഉണ്ടായി. 6 മണിയായപ്പോ റെഡിയായി. ഞാൻ റെഡിയായി, ചേച്ചി റെഡിയായി. ഞാൻ ചേച്ചി മുമ്പോട്ട് പോയി ഞാൻ വരാറുണ്ട്. ഞാൻ നേരെ ആ ചാരായ ഷാപ്പിൽ പോയിട്ട് ഒരു കോട്ടൺ ചാരായം വാങ്ങിച്ച് ഞാൻ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ഉള്ളിലൊരു എനർജി വന്നു, ഒരു ധൈര്യം. പ്രാർത്ഥനയ്ക്ക് പോകാം. ഞാൻ പുതിയ നിയമത്തിന്റെ ബൈബിൾ എടുത്ത് പാസ്റ്ററിന്റെ വിശ്വാസികൾക്ക് ഈ മണം കാണാതിരിക്കാൻ വേണ്ടി കുറെ സവാളയും കുറെ മിക്സും എല്ലാം എടുത്ത് പരട്ടി പൗഡറിൽ ഇട്ട് നേരെ ഭസ്മം ഇട്ട് നേരെ പ്രാർത്ഥന മരുന്ന് കേട്ടിട്ടുണ്ടോ? മരുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രാർത്ഥന പോയി. അപ്പൊ ഞാൻ പോയി, ഞാൻ ഈ കർത്താവെ എന്നെ രക്ഷിക്കണമേ, ഇനി കൃഷ്ണനായാലും വെള്ളാവുകാണെങ്കിൽ എന്നെ ഒന്ന് നന്നാക്കണമേ, എനിക്ക് പറ്റുന്നില്ല. ഈ ഫ്രണ്ട്സും കൂട്ടുകെട്ടും മലമത്തലും നിസ്സാര കാര്യങ്ങളിൽ ഞാൻ ദേഷ്യപ്പെടും. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും തലമുറ ആരെങ്കിലും വൈരാഗ്യം തലമുറ കുടുംബത്തിൽ ലഹളം ഉണ്ടാക്കുന്ന ബഹളം ഉണ്ടാക്കുന്ന ചിന്ത, ഇതിൽ നിന്നെല്ലാം എനിക്ക് രക്ഷ തുടങ്ങണമേ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് രാത്രി ആ മഴയിൽ ഞാൻ പ്രാർത്ഥന പോലെ. അപ്പൊ പ്രാർത്ഥന പോകുമ്പോ അവിടെ സഹോദരൻ ബിനു എന്ന സഹോദരൻ, ആ സഹോദരൻ 40 ദിവസം വാസം. അപ്പൊ റോഹിത് ചെറിയ മാസ് പ്രാർത്ഥന ഡിഗ്രി ചെയ്തിട്ട് ഈ ബിനു എന്നുള്ള സഹോദരനെ പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. അപ്പൊ ഞാൻ ഏറ്റവും ബാക്കിലിങ്ങനെ നാളെ ചമ്മി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല കറി, നല്ല പുട്ടും പൊട്ടിക്കറിയാണ്. ഇതിന്റെ മണം നല്ലോണം വരുന്നത്. പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാനോ ആരോട് സംസാരിക്കാതെ പോകാനാണ് നിങ്ങൾ കരുതിയാണ്. പ്രസംഗം തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ബിനു എന്ന സഹോദരൻ പ്രസംഗിക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അറിയാൻ പാടില്ല. ഞാൻ മദ്യം കഴിച്ചതിന്റെ ഇതിൽ ഞാൻ പയ്യൊന്ന് കടന്നുപോയപ്പോ എവിടെ നോക്കാൻ പറ്റും? ഞാൻ നോക്കിയപ്പോൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയാതെ ഞാൻ നോക്കുമ്പോൾ ഈ പാസ്റ്ററിന്റെ വായിൽ നിന്ന് ഒരു തീ പുറപ്പെടണേ, ഒരു സ്ഫോടനം പുറപ്പെടണേ. ഞാൻ നോക്കുമ്പോ തീ സ്ഫോടനം പൊട്ടിയിട്ട് തീരെ കത്തണേ. ആ തീയുടെ ഉള്ളിൽ നിന്ന് ഒരു പിച്ച നിറത്തിൽ ഒരു ബുള്ളറ്റ്, ബുള്ളറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ നീളത്തിലുള്ള വലിയൊരു ബുള്ളറ്റ് പുറത്തു തുടങ്ങി. ഞാൻ നോക്കി നിൽക്കുമ്പോ ഈ ബുള്ളറ്റ് കറങ്ങി ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കാണുന്നില്ല. ഞാൻ തന്നെ നോക്കില്ല. ഈ ബുള്ളറ്റ് നേരെ പറഞ്ഞു ഇങ്ങനെ വന്ന് ഞാൻ നോക്കുമ്പോ എന്നെ തന്നെ നോക്കി വന്നുകൊണ്ട് ബുള്ളറ്റ് നേരെ വന്നിട്ട് ഞാനിങ്ങനെ നേരെ വന്ന് ഹൃദയത്തിൽ ഇടിച്ചിട്ട് നമ്മൾ മതിൽ ഡ്രില്ല് ചെയ്യുന്നത് ഒറ്റ വീഴ്ചിട്ടാണ്. പ്രിയപ്പെട്ടവര്, ഞാൻ വെടിക്കെട്ട് കണ്ടിട്ടുണ്ട്. ബൈക്കിലെ വെടിക്കെട്ട്, മലയാളം ഏറ്റവും വലിയ വെടിക്കെട്ട്, എറണാകുളം വെടിക്കെട്ട്. പക്ഷെ ഇത് ആ വെടിക്കെട്ടിനെ കൊണ്ട് വലിയൊരു തീപ്പറ പോലെ നിലത്ത് വീണു. ഞാൻ അപ്പോൾ തന്നെ ചേച്ചിനെ നോക്കി, എന്താണെന്ന് നോക്കി. അപ്പൊ ചേച്ചി കണ്ണടിച്ചാൽ ഇങ്ങനെ 2-3 പ്രാവശ്യം ചത്തുപോകുമല്ല എന്നുള്ള ഇതിൽ ഞാൻ പിന്നെ നോക്കി. എന്റെ ഉള്ളിൽ പറഞ്ഞു ഞാൻ അവിടെ നിലത്ത് വീണിട്ട് ചാടി പിന്നെ എഴുന്നിട്ട് ഞാൻ പട്ടത്തിൽ ഊരി ഈ വെടിയുണ്ട കയറിയ സ്ഥലത്ത് ഞാൻ കൈവച്ചു നോക്കണേ. കാരണം ബുള്ളറ്റിന്റെ ബ്ലഡ് വരുമല്ല. അപ്പൊ ഞാൻ ബ്ലഡ് നോക്കണേ. ബ്ലഡ് നോക്കുമ്പോ ബ്ലഡ് ഒന്നും കാണാനില്ല, ഷട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ ബുള്ളറ്റ് എവിടെ വന്ന ഇങ്ങനെ നോക്കാൻ തുടങ്ങി. എന്റെ കാതിൽ ഞാൻ സംസാരിക്കണേ, ഞാൻ യേശുവാണ്, നീ എനിക്ക് വേണ്ടി ജീവിക്കണം. ആ വഴി കിട്ടി കഴിഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ നിന്ന് ഏതോ ഒരു ശരീരം, ഏതൊരു കറുത്ത രൂപ, ഏതോ ഒരു ദുരാത്മാവ് എനിക്ക് മാറുന്നു.
എന്റെ എന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു വലിയ ഖനം, വലിയൊരു ഭാരം. ഞാൻ വിളിച്ച് മദ്യം കഴിച്ചതല്ല. ഇന്ന് ഞാനത് കാണുന്നുണ്ട്. ഇടിയിട്ട് എന്റെ ശരീരം മൊത്തം വെളുത്ത്, എന്റെ ചുണ്ടൊക്കെ വെളുത്ത്, എന്റെ മേത്ത് എന്തോ പോയി. ഞാന് എന്റെ മേത്ത് എന്തോ ഒരു ഭാരം, ഒരു 1000 കിലോ കഴിക്കുന്ന ഭാരം എന്റെ മേത്തുണ്ട്. അത് മാറിപ്പോകാൻ തോന്നി. ഞാൻ ആ ശബ്ദം കേട്ട് ഞാനവിടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോ ചേച്ചി എന്നെ പാസ്റ്റർ കൊണ്ടുപോയി രാജു പറ്റി പാസ്റ്റർ രാജു എന്ത് പറ്റി? ഞാൻ എന്റെ പാസ്റ്ററെ ഇത് വലിയൊരു സംഭവം, എന്റെ മേത്ത് ഇങ്ങനെ എന്തോ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി. ഞാൻ കാര്യം പറഞ്ഞു. പാസ്റ്റർ വചനം എടുത്തു. എബ്രായ ലേഖനം 4:12 ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം ഇരുവാറ്റലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും അത് പ്രാണനെയും അസ്ഥിമജ്ജകളെയും തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ഭാവങ്ങളെയും ചിന്തനകളെയും വിവേചിക്കുന്നതാകുന്നു ദൈവത്തിന്റെ വചനം. അവനും അംഗീകരിക്കുന്ന സൃഷ്ടിയില്ല. അമ്മേ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചോദിച്ചു, ആരാണ് എന്നെ രക്ഷിക്കണമെന്ന് ചോദിച്ചു വന്നു. ഇവിടെ യേശുവിനെ കുറിച്ചുള്ളത് ഞാൻ യേശുവാണ്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് ഭയങ്കര ചിരി. ചിരിക്കാനൊന്നും അങ്ങനെയൊന്നും ചിരിക്കാനൊക്കെ ഭയങ്കര ഗർഭം കാണിച്ച് ഞാൻ ചിരിക്കാനൊന്നും ഭയങ്കര സന്തോഷം. എന്റെ മേത്ത് ഞാൻ നോക്കുമ്പോ എന്റെ കൂടെ ഒരു സൈന്യം നിൽക്കുന്ന പോലെ, പക്ഷെ മനുഷ്യന്മാർ രീതി കാണുന്നില്ല. പക്ഷെ എന്റെ കൂടെ ഒരു സൈന്യം നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാനാണ്. എന്റെ കൂടെ എന്റെ കയ്യിൽ ആരോ പിടിച്ചിട്ടുണ്ട്. എനിക്കൊരാളുണ്ട്, ഒരു പിതാവ് പോലെ ഒരാള്. എനിക്ക് തന്നോട് എന്നോട് നിൽക്കുന്ന ഒരാള്. ഞാൻ നോക്കുമ്പോ എല്ലാവരും ഞാൻ ചിരിയോടെ ചിരി. ഭക്ഷണം കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണം. ഞങ്ങൾ വീട്ടിലേക്ക് പോണ വഴിക്ക് എന്റെ ഉള്ളിൽ ചിരി, താങ്ങാനാകാത്തൊരു സന്തോഷം, താങ്ങാനാകാത്തൊരു സമാധാനം. വീട്ടിലെത്തിയപ്പോ ഞാൻ പറഞ്ഞു, ചേച്ചി അക്ക പോയിക്കോ, അക്ക പോയിക്കോ. അവിടെ ഒരു ചേട്ടനായിട്ട് ഭയങ്കര വഴക്കാണ്. ഞാൻ ആ ചേട്ടനോട് മാപ്പ് കൊടുത്തു. അന്ന് രാജുവിൽ പോകുമ്പോ മാപ്പ് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഇപ്പോഴത്തെ ഒരു ഫ്ലാറ്റ്. ഇദ്ദേഹത്തുമായിട്ട് നേരത്തെ വൈരാഗ്യത്തിലായിരുന്നപ്പോ ഞാൻ ഇദ്ദേഹത്തിന്റെ കപ്പത്തോട്ടവും വാഴത്തോട്ടവും എല്ലാം വെട്ടി നോക്കി. ഇന്നും പോലീസിനൊക്കെ പരാതി കൊടുത്ത് ആരാന്ന് അറിയാതെ നിൽക്കുന്നത് ഞാനാണെന്ന് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന അയാളുടെ ഭാവിക്ക് ഞാൻ ഒരുപാട് കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഞാനാണ് ചെയ്യുന്നത്. എനിക്കത് പറഞ്ഞ് എനിക്ക് മാപ്പ് വീഴണം. എന്റെ കുറ്റം ഞാൻ ഒരു സമ്മതിക്കാതെ ഞാൻ ചെന്നു. ഞാൻ ചെന്ന് കോഴിക്കോട് അടിച്ചപ്പോൾ ഇയാള് വന്നിരിക്കുന്നത് ഇങ്ങനെ നോക്കി. ഒരു വിൻഡോ നോക്കിയപ്പോ ഞാൻ ഇദ്ദേഹം അപ്പോൾ തന്നെ ഇയാള് എക്സം ആഫ്രിക്കാനാണ്. ഇയാളുടെ ആളുടെ പെറ്റിന്റെ മടക്കി എടുത്തിട്ട് എന്നെ നോക്കി നിന്നേച്ചാണ്. എന്നെ തല്ലാൻ വേണ്ടി ഇങ്ങനെ ഓങ്ങി, ഇങ്ങനെ ഒരു വാതിൽ തല്ലാൻ വേണ്ടി ഓങ്ങി വന്നപ്പോൾ തന്നെ പുള്ളിയുടെ കാണിക്കുന്നത് മാപ്പ് ചേട്ടാ, എനിക്ക് ക്ഷമതല്ല, ഞാനാണ് ചേട്ടാ, ക്ഷമിക്കണമേ എന്നെ കരയാൻ തുടങ്ങി. ഞാനപ്പുറത്ത് പ്രാർത്ഥനയ്ക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ച് യേശുവിനെ തൊട്ട് കേട്ടാ ഞാനാണ് എന്നോട് ക്ഷമിക്കുന്നത്. ഇയാള് പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനയെ എനിക്ക് സീറ്റ് തന്ന് അവരുടെ ഭാര്യയെയും മക്കളെല്ലാം വിളിച്ചു. ഇവരാരും എന്റെ അടുത്ത് വരുന്നത്, എന്റെ അടുത്തൊന്നും വരത്തില്ല. പക്ഷെ ഇവരെല്ലാം എന്റെ അടുത്തോണ്ടിരുന്നത് ഞാൻ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥന അനുഭവമുണ്ട്. ഞാൻ യേശുവിന്റെ ആളാണ്. ഞാൻ പഴയ പാവത്തിലേക്ക് പോകില്ല. എനിക്ക് സന്തോഷമായി. ചായ വാങ്ങിച്ചെന്ന്, കടി വാങ്ങിച്ചെന്ന് അവസാനം കഴിഞ്ഞപ്പോ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, രാജു പോണല്ലേ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. ഞാൻ ഒരു ചുരുക്കമായ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയിട്ടുള്ളൂ. എനിക്കൊന്നും പ്രാർത്ഥിക്കാനറിയില്ല. ഇയാള് വിടുന്നില്ല. രാജു പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. രാജു പ്രാർത്ഥിക്കാതെ ഞാൻ ഈ വാതിൽ തുറക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് വാതിൽ ബ്ലോക്ക്. എനിക്കതിന് പ്രാർത്ഥിക്കാനറിയോ? എനിക്കറിയില്ല. രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പഴയ നിയമത്തിലെ പൗലോസ് അപ്പോസ്തലനും മത്രോസ് അപ്പോസ്തലനും പുതിയ നിയമത്തിലെ ദാനിയേലും മോശയും പൗലോസിനെ എല്ലാം അനുഗ്രഹിച്ച കർത്താവേ, നീ ആ ദാസന്മാരെ അനുഗ്രഹിച്ച കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കും, കുടുംബത്തെ അനുഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പഴയ നിയമം പുതിയ നിയമത്തിലെ കുറെ പേരൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല ഞാൻ എന്താ പ്രാർത്ഥിച്ചെന്ന് കണ്ണു തുറന്നപ്പോൾ ഞാൻ നോക്കുമ്പോ ഈ അച്ചായനും ഈ ആന്റി മക്കൾക്ക് ഭയങ്കര ടെൻഷൻ. അവര് CSIക്കാരൻ. അവര് കരഞ്ഞിട്ട് പറഞ്ഞ 60 വർഷമായി ഞങ്ങൾ CSIയിൽ നിൽക്കണം. പക്ഷെ ഇതുപോലത്തെ ഒരു പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. ഇദ്ദേഹം അങ്ങനെ രക്ഷപ്പെട്ട് ആദ്യത്തെ ഞാൻ ഓടിച്ചു വീട്ടിലേക്ക്. ചേച്ചിയുടെ കാര്യം പറഞ്ഞു. ചേച്ചി നീ കടന്നു പ്രാർത്ഥിച്ചെന്നു. പക്ഷെ എനിക്ക് മലയാളം വായിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ ചേച്ചി തരാൻ പോയി.
ഞാൻ കടന്നു തുടങ്ങി, പ്രാർത്ഥിച്ച് കടന്നു. ഞങ്ങളുടെ രാത്രി 1 മണിയാകുമ്പോൾ ഞാനൊരു അക്ഷരം എന്റെ സ്ക്രീനിൽ കാണുന്നത് 2 Corinthians 5:17 2 Corinthians 5:17. ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് 2-3 മണിയായപ്പോൾ തന്നെ ചേച്ചി കൊടുത്തു. ചേച്ചി വാങ്ങി എന്തോ വിചാരിച്ചു. ഞാൻ ഇങ്ങനെ 2 Corinthians 5:17 കാണിക്കുന്നത് അതെന്താണ് എനിക്ക് മനസ്സിലാകുന്നത്. ചേച്ചി എന്നോട് വന്നപ്പോൾ ഞാൻ ബൈബിളിൽ ഒരു വചനമാണ്. എന്നിട്ട് ആ രാത്രി ഞാൻ ബൈബിളിൽ കാണിച്ചു. അതിൽ എഴുതിയിരിക്കണേ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും, പഴയതെല്ലാം കഴിഞ്ഞുപോയി. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയെ ആ സ്നേഹത്തിന്റെയും ആ ഉത്സാഹത്തിന്റെയും ആ എനർജി വീണ്ടും ആ ഭാരം പിന്നെ ആൾക്കാരെ എന്റെ ചർച്ചിൽ മൊത്തം എന്റെ കൂട്ടുകാരെ കേട്ടാൽ മതി. സൈക്കിളിലൊക്കെ വരും. ചർച്ചിൽ ആരാധനക്കോ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടാവും. ചർച്ചിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. എന്റെ ജീവിതം മാറി, എന്റെ മദ്യപാനം മാറി, പുകവലി മാറി, ശൂന്യമായി പോയ ഒരു കാര്യത്തിന് പ്രയോജനമില്ലാത്ത പാപികൾ ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള എഴുതിക്കുന്ന സത്യം തന്നെ. ആ പാപികളിൽ ഞാൻ മാമൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ അവയെ ഒരു യോഗ്യതയില്ലാത്ത അവയെ കച്ചടയായിട്ട് ജീവിച്ച എന്റെ ജീവിതത്തിൽ യേശു വലിയ അത്ഭുതം ചെയ്തു. യേശു ക്രൂശിൽ മരിച്ചു. എനിക്ക് മനസ്സിലായി, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. അവൻ ഒരു ദൈവമില്ലാതെ ജീവിച്ച എന്റെ ജീവിതത്തിൽ യേശു ആരാണെന്നോ യേശുവിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്ത എന്റെ ലൈഫിൽ, എന്റെ കുടുംബത്തിൽ യേശു എന്റെ കയറി വന്നു. ആ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം അത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി യേശു അടികൊണ്ടു. അത് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി യേശു മുൻകിരീടം ധരിച്ചു. യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഒരു സ്ഥലത്തും ഒരിടത്തും ഞാൻ കണ്ടില്ല. പക്ഷെ 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ യേശുവിന്റെ ജീവിതത്തിൽ ലൈഫ് മാറി. ചർച്ചിൽ പോകാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ അമ്മക്ക് സമാധാനമായി, എന്റെ അച്ഛന് സമാധാനമായി. അച്ഛൻ പിന്നെ പറയാൻ തുടങ്ങി, ഈ ചർച്ചിൽ തന്നെ താമസിച്ചാൽ മതി, നിങ്ങൾ വരണ്ട. അങ്ങനെ ചർച്ചിൽ പോകാൻ തുടങ്ങി. ആ സമയത്ത് എന്റെ ഒരുപാട് ഫ്രണ്ട്സിനെ കൊണ്ടുപോയി. അങ്ങനെ പ്രവാചകന്മാർ എന്ന് പറയും, രാജു സുവിശേഷ വരയ്ക്കണം. അങ്ങനെ പോയി ആലുവയിലുള്ള തിയോളജിക്കൽ ബൈബിൾ കോളേജില് ഞാൻ അവിടെ 2 വർഷം പിന്നെ 1 വർഷം തിയോളജി പഠിച്ചു. ഞാൻ കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ ചെയ്ത് പുറത്തു വന്നപ്പോൾ കോളേജിലെ ബെസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള അവാർഡ് കിട്ടി. അങ്ങനെ പുറത്തോട്ട് വന്നു. അവിടെ വെച്ച് വിവാഹാലോചനയുണ്ടായിരുന്നു. ഞാൻ ആദ്യം പിശാചിന്റെ ആലോചന എന്ന് വിചാരിച്ച ശാസ്ത്രീയത. പക്ഷെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ തന്നെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. എന്റെ ഭാര്യയുടെ വിദ്യയാണ്. അങ്ങനെ 2 കുട്ടികൾ കെട്ടാൻ വന്നു. ഞാൻ വർഷങ്ങൾ അവിടെ നിന്ന് ബൈബിൾ കോളേജിൽ പോകുമ്പോൾ സമയത്ത് തന്നെ കൈക്കൊടുത്തിരിക്കുമ്പോൾ തന്നെ എറണാകുളത്ത് നിന്ന് കന്യാകുമാരി വരെയും എറണാകുളത്ത് നിന്ന് കാസർഗോഡ് വരെയും നടന്ന് 2 ബാഗിൽ ട്രാക്റ്റായി നടന്ന് സുവിശേഷം അറിയിപ്പാൻ കരിമൂളുള്ള ജോലിക്കുട്ടിയുടെ മാസമായിട്ട് കരിമൂളും ജോലിക്കുട്ടി മാസമായിട്ടും ഞങ്ങൾ ഈ സ്ഥലങ്ങളിലെല്ലാം നടന്ന് സുവിശേഷം അറിയിപ്പാനായിരുന്നു. തിരുവനന്തപുരം കഴിഞ്ഞ് കന്യാകുമാരി സുനീന്ദ്രം എന്ന സ്ഥലം, പിന്നെ കാലികളിൽ നിന്ന് ശ്രമിച്ചു. BJP-ക്കാരെ ഞങ്ങളെ ഒരുപാട് അടിച്ചു. ഞങ്ങളുടെ ബാഗൊക്കെ മാറ്റി, ഷർട്ടൊക്കെ കീറി ഞങ്ങളെ ഉപദ്രവിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കാസർഗോഡ് വഴി പാലക്കാടിൽ വെച്ച് BJP-ക്കാരെ വന്ന് ഞങ്ങളെ അടിച്ച് വേഗം കഴിഞ്ഞു. എനിക്കാണെങ്കിൽ കരട്ടെ അറിയാം. പക്ഷെ അവിടെ എല്ലാം സഹനമായി നിൽപ്പാൻ, ക്ഷമയോടെ നിൽപ്പാൻ, യേശുവിന്റെ സ്നേഹത്തെ കാണിപ്പാൻ നൽകി. അങ്ങനെ ബൈബിൾ കോളേജിൽ പഠിച്ച് പഴയ കൊച്ചി എയർപോർട്ട് ഓപ്പോസിറ്റ് സ്ഥലമുണ്ട് ബാത്തുണ്ടി. അവിടെ യേശുവിനെ പറ്റി പറഞ്ഞ് അവിടെ 25 തമിഴ്ക്കാരെ നൽകിയിരുന്നു. അങ്ങനെ മലയാളം പഠിക്കാൻ തുടങ്ങി. മലയാളം പഠിച്ചു. തമിഴ് ഭാഷ എഴുതി പഠിക്കാൻ തുടങ്ങി. മലയാള ഭാഷ എഴുതി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ തമിഴ് മലയാളം എനിക്കിപ്പോ ദൈവം എനിക്ക് വായിക്കാൻ അറിയാം. അങ്ങനെ 25 തമിഴ്ക്കാരെ യേശുവിലേക്ക് കൊണ്ടുവരാൻ, ഒരുപാട് പേരെ സ്നാനപ്പെടുത്താൻ, ഒരുപാട് പേരെ ബൈബിൾ കോളേജിൽ പറഞ്ഞുവിടാൻ അങ്ങനെ കർത്താവിലേക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. എന്റെ അച്ഛനമ്മയും ഇപ്പൊ മരിച്ച് അങ്ങനെ താമസിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ താമസിക്കുമ്പോൾ കൊമ്പുടിയിൽ വന്ന് ഒന്നുമില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിച്ച് കർത്താവിന്റെ ആത്മാക്കളെയാണ് ഒരുപാട് പേര് ബൈബിൾ കോളേജിൽ പങ്കെടുക്കാൻ കർത്താവിലേക്ക് അവസരം നൽകിയിട്ടുണ്ട്. എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ഒരു ആളുകളല്ല, ഒരു ദൈവം വീട്ടിലില്ല, ഒരു വ്യക്തിയുടെ യേശു ക്രിസ്തു. എനിക്ക് വേണ്ടി ചങ്കിലെ ചോര വന്നിരിക്കുന്ന യേശു
എന്റെ ജീവിതത്തെ ദുർബലപ്പെടുത്തി അത് ഞാൻ തോമ്പടിക്കുന്നത് പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ പുതിയ പുതിയ ആൾക്കാരെ വന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു ഹിന്ദി സർവീസ് ഉണ്ട്. 8:30 മണി മുതൽ 10 മണി വരെ ഹിന്ദി സർവീസും 10 കഴിയുമ്പോൾ 1 മണി വരെ 10 കഴിഞ്ഞ് 1 മണി വരെ ഒരു മലയാളം സർവീസ്. ദൈവം പുതിയ പുതിയ ആത്മാക്കളെ കൊണ്ടുവരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുമില്ലാത്ത സ്ഥലത്ത് പിന്നെ കൊണ്ടുപോകാനൊക്കെ ഭാഗ്യം നൽകി. ഇങ്ങനെയുള്ള സാക്ഷ്യം പറയണം. എനിക്ക് ഭയങ്കര എന്നെ പോലെ ചെറുപ്പക്കാരോട് യേശുവിനെ പറ്റി 24-ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ സ്വീകരിച്ചത്. അന്ന് ആ പാസ്റ്ററിനെ വെല്ലുവിളിച്ചത് എന്റെ ചേച്ചി പറഞ്ഞു, എടാ നീ യേശുവിനെ പ്രസംഗിക്കും, നീ ഈ ബൈബിൾ എടുക്കും. പ്രിയപ്പെട്ടവരെ, ചേച്ചി പറഞ്ഞ സത്യം മാർക്കോസ് 11:26 മുതൽ ബൈബിളിലെ വിശ്വാസത്താൽ നമ്മൾ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് സംഭവിച്ചു. അങ്ങനെ ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ എറിഞ്ഞ ബൈബിൾ ഞാൻ കയ്യിലെടുത്തു. യേശു കള്ളനാണെന്ന് തെളിവ് പറഞ്ഞ ഈ നാമൂടെ എനിക്ക് യേശുവിനെ പ്രസംഗിക്കാതെ വരും. ജയിലിൽ കടന്ന് മദ്യപാനത്തിനും കഞ്ചാവിനും അടിമയായി ജീവിക്കുന്ന എന്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അച്ഛൻ എന്നെ സിഗരറ്റ് തന്നു പഠിപ്പിച്ചു, കള്ള് തന്നു പഠിപ്പിച്ചു, പക്ഷെ യേശു പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു. അന്ന് പാസ്റ്റർ എന്റെ വീട്ടിൽ വന്ന് സുവിശേഷം പറഞ്ഞ വാശിക്ക് ഞാനും ഈ 5 പേര് പാസ്റ്ററിന്റെ വീട്ടിൽ പോയി പപ്പാനി കളിച്ചു. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഈ ഡിസംബർ ആവുമ്പോ പപ്പാനി കളിക്കാൻ വേണ്ടി പോകും, സാന്റാക്ലോസിന്റെ വേഷം കെട്ടി കളിക്കാൻ വേണ്ടി പോകും. ഈ പാസ്റ്ററിന്റെ ചർച്ചയിൽ പോയിട്ട് ഞാൻ വാശിക്ക് കള്ളുകുഴി ഡാൻസ് കളിച്ചു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു. കർത്താവ് അതേ ചർച്ച തന്നെ പോയി. പക്ഷെ പുറത്തൊന്നുമല്ല ഞാൻ ഡാൻസ് കളിച്ചത്. ആ ചർച്ചയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷയിൽ ഞാൻ കർത്താവിനെ ആരാധിക്കുന്നത്. ഈ യേശു വലിയവനാണ്. യേശു വലിയവനാണ്. ഏത് വ്യക്തിയും രൂപാന്തരപ്പെടുന്ന ഈ സത്യസുവിശേഷം. അങ്ങനെ തോമ്പുപടിയില് പ്രവർത്തിച്ചിരിക്കുന്നു. മോൾക്ക് സ്വന്തം കെട്ടിടമില്ല, സ്വന്തം വീടൊന്നുമില്ല. അവിടെ വെച്ച് അമ്മയും അപ്പനും മദ്യം കഴിച്ചതിനോട് ചോദിച്ചിരിക്കുന്നത്, നീ സുവിശേഷത്തിലേക്ക് പോണേ, 1 രൂപ വരെ ഇവിടെ കഴിയുന്നുണ്ടാകും. 1 രൂപ വരെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സുവിശേഷം ഒന്നുമില്ല. കാരണം അച്ഛന്റെ ജോലി നിന്നാണ് ഞങ്ങളെല്ലാം കഴിക്കുന്നത്. ഞാൻ എന്റെ ഭാര്യയും എന്റെ ആദ്യത്തെ കുട്ടി കഴിയുന്നത്. ചില സമയത്തൊക്കെ അമ്മയുടെ ചില നിയമങ്ങളും അപ്പന്റെ ചില വാക്കുകൾ കേൾക്കുമ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട്. സുവിശേഷ വേലയ്ക്കൊക്കെ ഇറങ്ങുന്നതൊക്കെ ഒന്നുമില്ല. ഒരു ദിവസം എന്റെ അമ്മ ഒരുപാട് നെല്ലിരിക്കാൻ കൊച്ചുകുട്ടി രാത്രി 12 മണിയായപ്പോൾ കൈക്കോടും ക്വാർട്ടേഴ്സിൽ നിന്ന് ഞങ്ങൾ വൈദ്യുതിയിൽ നടക്കാൻ തുടങ്ങി. കരയാൻ തുടങ്ങി. കർത്താവേ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയല്ലോ, ഞാൻ ഇതിലോട്ട് വരാൻ ആഗ്രഹിച്ചതല്ലോ, നീ എന്നെ കൊണ്ടുവന്നതല്ലേ, ഞാൻ ലജ്ജിച്ചു പോകാൻ നീ അനുവദിക്കരുത്. കരഞ്ഞ് പൈസ ജംഗ്ഷനിൽ കരഞ്ഞു. ദൈവത്തിന്റെ മഹാകൃപയാൽ ഞാൻ വാസ്തുവിൽ വന്ന് താമസിച്ചു പ്രവർത്തിക്കുന്ന സമയത്ത്, അത് തോക്കുംപടി വന്ന് താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം രാമേശ്വരത്തെ പാസ് വന്നു. ആ പാസ് വന്നിട്ട് ഞങ്ങളുടെ അവിടെ തമിഴ്ക്കാരോടും ഈ തോക്കുംപടി സുവിശേഷം പറഞ്ഞു. ഞാനിപ്പോ ആ പാസ്സോടെ എന്റെ ഹൃദയത്തിന്റെ ഭാരം പറഞ്ഞു. അപ്പൊ പാസ്സോടെ രാജു ഇങ്ങനെയൊന്നും സുവിശേഷം വരെ ചെയ്യണം, പക്ഷെ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന്. അങ്ങനെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഭക്ഷണം കിട്ടാതെ ഞാൻ ഒരുപാട് ടേസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൻ ശമ്പളം കൊണ്ടുപോയി ഇറച്ചിക്കറി മീൻകറി കൊണ്ടുവരും. പക്ഷെ ആദ്യം അച്ഛൻ തന്നെ ഈ പ്ലേറ്റെല്ലാം ചവിട്ടിക്കളയും. അങ്ങനെ ഈ ഇറച്ചിക്കറി മീൻകറി തിന്നാൻ കുതിച്ചിട്ട് നേവൽ ബേസിലുള്ള ഈ ഓഫീസുമാരുടെ മെസ്സിൽ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടുപോയി. നമുക്ക് ഇവിടെ കഴിക്കാം, നല്ല ഭക്ഷണം കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇല വാഴയുടെ ഇല കീറി എന്നെ ലൈനിൽ നിർത്തി. ഈ നേവൽ ഓഫീസർമാരെ കമാൻഡർമാരൊക്കെ ലെഫ്റ്റനന്റ് കമാൻഡർമാരൊക്കെ പുറത്തോട്ട് ഇറങ്ങി ചോറ് കഴിച്ചിട്ട് ബേസിന്റെ പ്ലേറ്റിലിട്ടു. ഞാൻ ഇറച്ചി തിന്നാനുള്ള മീൻകറി തിന്നാൻ കൊണ്ടുപോയി ഞാനത് വാരി ആ വേസ്റ്റ് ഞാൻ കഴിക്കുന്നതിനുണ്ടായി. എന്നാൽ യേശു എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്നിട്ട് അത് ഞാൻ പ്രാർത്ഥിക്കത്താവേ, ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഈ തോമ്പുപടി കോളനികളുണ്ട്. ആ കോളനിയിൽ ഒരുപാട് വിശ്വാസത്തിൽ വന്നിട്ട് പ്രാർത്ഥനയില് ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വേണം. കാരണം ചോറുണ്ട്, പക്ഷെ ഉപ്പില്ല, കറിയൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ഈ എക്സോളൻസ് വഴിയായിട്ട് എനിക്കിവിടെ 40 പേർക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കാൻ കർത്താവിലേക്ക് നൽകി. എന്നാൽ ഇന്നില്ല, കുറച്ച് വർഷം മുമ്പ് നിർത്തി. പക്ഷെ ആ സമയത്ത് ഞാൻ കൊടുത്തു. ആ സമയത്ത് എന്റെ അമ്മയുണ്ടായിരുന്നു. കോൺഗ്രസിൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഒഴിയുകയോ അപ്പ എന്നോട് താമസിച്ചു. അമ്മ നോക്കി എനിക്ക് അരിച്ചാക്ക് വീട്ടിൽ ചോറ് കൊടുക്കുന്നു. ഭയങ്കര യോസേഫിനെ ഇസ്രായേലിൽ വലിയൊരു മന്ത്രിയാക്കിയതുവരെ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ 1 കിലോ അരി ചോദിച്ചില്ലേ,
അമ്മ ചോദിച്ചത് ഒരു കൈ വീഡിയോയിൽ യേശുവിനെ സേവിച്ച ഒരു കിലോ അരി വേഗം നോക്കാം എത്ര അരി ചാക്കുകളാണ്. അങ്ങനെ എന്റെ അമ്മ എന്റെ കൈ കൊണ്ട് തന്നെ പലരും ഈ നാട്ടിലെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം വാങ്ങിച്ച് കഴിയുമ്പോൾ കർത്താവ് നൽകി. ഇന്ന് നോക്കുമ്പോൾ ഒരു നല്ല ചർച്ചയായിട്ട് ശാരദത്തിന്റെ കീഴിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മകൾക്ക് ലോൺ കിട്ടാനൊന്നും ഒരു ചാൻസ് ഇല്ല, സ്വന്തം ഭൂമിയില്ല, ഒരു കടലാസില്ല, ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. പക്ഷേ ദൈവത്തിന്റെ മഹാകൃപയാൽ ദൂതുണ്ടായിരുന്നു. എന്റെ മോള് യുകെയിലേക്ക് പോകുന്നു. ആ ദൂതിൽ പിടിച്ച് രാത്രി കണ്ണുനീരോട് കരഞ്ഞു പ്രാർത്ഥിച്ച് 5 ബാങ്ക് റിജക്ട് ചെയ്തു. ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്, SBI ബാങ്ക്, ICICI ബാങ്ക് എല്ലാം റിജക്ട് ചെയ്തു. ഒന്നും കഴിയില്ല. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു കടലാസില്ലാതെ ഒരു പേപ്പറില്ലാതെ എന്റെ മകൾക്ക് വേണ്ടി ആക്സിഡോ എന്നൊരു ബാങ്ക് അത് 30 ലക്ഷത്തിലധികം രൂപ കർത്താവ് എന്റെ മകൾക്ക് എനിക്ക് സാങ്ഷൻ ആയിരുന്നു. എനിക്ക് സാങ്ഷൻ ആയിരുന്നു. അത് എവിടെ നിന്ന് സംഭവിച്ചതല്ല, ഒരു പേപ്പറില്ല, ഒരു ഭൂമിയില്ല, ഒരു മണ്ണില്ല, ഒരു വീടില്ല. കർത്താവിനെ എനിക്ക് നൽകുന്നത് ഈ യേശുവിനെ ജീവനുള്ളവരാകുന്നു. അവരെ കർത്താവിനെ സ്തുതിക്കും. എന്റെ കയ്യിൽ കൊച്ചവിടെ പോയി പോയി അവിടെ കൊച്ചു തമിഴ്പാട്ടൊക്കെ നന്നായി പാടും. പാട്ട് കുമ്പിടി പ്രശസ്തിയായിരുന്നു. അങ്ങനെ നന്നായി പാടും. കൊച്ചിന്റെ ദൈവമാണ് മാനിക്കുന്നു. പ്രാർത്ഥിക്കണം, നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ 4 വർഷത്തിലേക്ക് നിൽക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കാനാണ്. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും ഏത് വ്യക്തിയിൽ മുമ്പാകപ്പെടുന്ന ഒരേ ഒരാള് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നിന്റെ കുടുംബം രക്ഷമാണ്. എനിക്കിങ്ങനെ സാക്ഷ്യം പറയാൻ അതെ ഇവിടെ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ ചർച്ചിലുള്ള ആന്റിയുടെ അവരുടെ ഓഫീസിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും അവസരം നിൽക്കുന്നു. ഈ ആന്റിയുടെ അനുഗ്രഹിച്ചൊക്കെ എല്ലാവരും എനിക്ക് യേശു വേഗം വരുന്നു. അവരെ ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു പാസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. ഏത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ദാസനെ മാറ്റിമറിച്ച വലിയൊരു അനുഭവമാണ്. അപ്പം ഈ നമ്മളെ ഒരു വാക്കുകൊണ്ട് പറയും, എന്നാൽ ദേവദാസന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു അനുഭവമാണ്. എങ്ങനെ കർത്താവ് മാറ്റിമറിക്കാൻ? ദൈവത്തിനെല്ലാം സാധ്യമാണ്. കർത്താവിന്റെ ദാസനെ കർത്താവ് ഉപയോഗിക്കട്ടെ അനേകരെ നേടുവാനും. കർത്താവിന്റെ ദാസനെ പോലുള്ള ആ എറണാകുളം സിറ്റിയിലുള്ള ഒത്തിരി ജീവിതങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനും കർത്താവ് ദേവദാസനെ ഉപയോഗിക്കട്ടെ. നീ അനുഗ്രഹിക്കട്ടെ. ഫസ്റ്റ് അതിന് മുന്നേ ഞാൻ അത് ചോദിക്കണം, അമ്മ വിശ്വാസത്തിൽ കടന്നു വന്നായിരുന്നോ? അമ്മ അച്ഛനും രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെടാൻ സമയം കിട്ടില്ല. അമ്മ സ്നാനപ്പെടാൻ നാട്ടിൽ മരിച്ചു. ഓക്കെ. ചേച്ചിയൊക്കെ ഇപ്പോഴും? ഓക്കെ. കർത്താവ് ദാസനെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം കർത്താവിന്റെ ദാസൻ ഞങ്ങളോട് കൂടെ ആയിരുന്നല്ലോ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതിന് നന്ദിയുണ്ട്. ഒത്തിരി ബിസിയായ ദേവദാസനാണ് കർത്താവ്. ദേവദാസനെ ഞങ്ങൾക്ക് കൊണ്ട് സാക്ഷ്യം പറയാനായി തന്നതിന് ഒത്തിരി താങ്ക്സ്. ദൈവത്തിന് നന്ദി. കർത്താവ് സഹായിക്കട്ടെ. ഇനി ദേവദാസൻ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. ഞങ്ങളുടെ പരിശുദ്ധനായ വിശേഷമായി മക്കളോടുകൂടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ചാനൽ കാണുന്ന വ്യൂവേഴ്സിനെ എല്ലാ വ്യൂവേഴ്സിനെയും ഓർത്ത് സ്വാഗതം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി സാന്നിധ്യം നിന്റെ മക്കളുടെ വീഴ്ചകളുടെ ഓരോ ദിവസവും സ്വർഗത്തിലെ എല്ലാ നന്മകൾ കൊണ്ട് അനുഗ്രഹം കൊണ്ട് നടക്കണമേ. നല്ല നല്ല സാക്ഷികളെ കർത്താവ് നൽകണമേ. കർത്താവ് അവരെടുക്കുന്ന എഫേർട്ടിനെ കർത്താവ് മാനിക്കണമേ. കർത്താവ് ഞങ്ങളുടെ ഭാവിയിൽ നിന്ന് വരുന്നതായ യേശുവിന്റെ വചനങ്ങൾ അവരെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇവരുടെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അവരുടെ കെട്ടുകൾ, ഭാരങ്ങൾ, കടങ്ങൾ, നിരാശകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മക്കളെ ഓർത്ത് കരുതുന്ന ഏതെങ്കിലും അപ്പനോ അമ്മയോ കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെ മധ്യവാദത്തിൽ ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ യേശുവെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ എന്നെ രൂപാന്തരപ്പെടുത്തിയ ഞങ്ങളുടെ സഹോദരരുടെ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, ആ അമ്മമാരുടെ കണ്ണുനീർ തുടയ്ക്കണമേ.
പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ നിശ്ചയമായിട്ട് മറുപടി കാണുവാൻ കർത്താവ് ചെയ്യണമേ. സകലവും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആന്റണി, അതുതന്നെ കൂടെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു പാസ്റ്റർ.